ഹലോ ബ്രദർ, എന്താ ആത്മഹത്യ ചെയ്യാൻ പോവാണോ? ഇതിനേക്കാൾ ബെറ്റർ പ്ലേസ് വേറെ ഉണ്ട്. വാ, ഞാൻ കാണിച്ചു തരാം. എന്നാ കുടിക്ക്. വേണ്ട ശനെ, ശരീരം ചീത്തയാവും. ആത്മഹത്യ ചെയ്യാൻ പോവല്ലേ, പിന്നെന്തിനാ ശരീരത്തിനെ പറ്റി പഠിക്കുന്നത്? പിടിക്ക്. പ്രോബ്ലത്തിനെ പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. നിങ്ങളും എല്ലാം മറക്കാൻ വേണ്ടിയാണല്ലേ കുടിക്കുന്നത്? ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെയാ. ജി, കുടിക്കുമ്പോ എന്താ പോലെ ഇരിക്കുന്നു, പക്ഷേ കുടിച്ചു കഴിഞ്ഞപ്പോ കൊള്ളാം. ഇനിയൊരു പെഗും കൂടെ തരട്ടാ? കുടിക്കുമ്പോ നല്ലതായിരിക്കും, എന്നാ കുടലരിക്കും. ശ്രദ്ധിച്ചോ. വെള്ളം ഒഴിക്കാതെ. വെള്ളം ഒഴിക്കണോടാ. ഒഴിക്കണമല്ലേ? ഒഴിക്കാതെ തന്നെ കൊള്ളാലോ അത്. അതെ അതെ. ഒരു സിഗരറ്റ് തരാവോ? കുഴപ്പമില്ല, അടുത്ത പ്രൊമോഷൻ കൂടി ആയല്ലേ. നിറയെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ കാര്യം? എൻ്റെ പേര് ഭാസ്കർ എന്നാ, എല്ലാവരും ബാസ് എന്നാ വിളിക്കുന്നത്. KSBയിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യണേ. എല്ലാവരെയും പോലെ ദിവസം രാവിലെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് ചിലപ്പോൾ കഴിച്ചാലായി, കഴിച്ചില്ലെന്നായി കിട്ടുന്ന വണ്ടി കയറി ഓഫീസിൽ പോകും. അങ്ങനെ ഒരു സാധാരണ ആളാ ഞാൻ. ഇപ്പൊ ഓഫീസിൽ പോകുന്നൊക്കെ ഒരു വെറുപ്പായി ആശാനെ. കാരണം എൻ്റെ മേലുദ്യോഗസ്ഥൻ പേര് കുര്യൻ, ആ മൈ ബോസ് എന്ന് പറഞ്ഞ പടത്തിലെ കട്ട കലിപ്പായിട്ട് ഒരു പെണ്ണുമ്പിള്ള വരില്ലേ, അവരെക്കാളും ഭയങ്കര ടോർച്ചർ തന്നെ. ഫസ്റ്റ് ക്ലാസ്സിൽ BCom പാസ്സായ ആളാണ് ഞാൻ. എനിക്കൊരു പട്ടിയുടെ വില പോലും തരുന്നില്ല ആ തെണ്ടി. ഒന്നുമില്ല ആശാനെ, കഴിഞ്ഞ ആഴ്ച ഞാൻ ടോയ്ലറ്റിൽ പോയിട്ടൊന്ന് സീറ്റിൽ വന്ന് ഇരുന്നതേ ഉള്ളൂ. ഇവിടെ വാടോ. സാർ, താൻ എവിടെ പോയിരുന്നു? ഒന്നിന് പോയതാണ് സാറേ. ഒന്നിനോ രണ്ടിനോ എവിടെ പോയാലും എന്നോട് പറഞ്ഞിട്ട് വേണം പോവാൻ. ഇത് വീടോ ഓഫീസോ? ഒരു ഡിസിപ്ലിൻ വേണ്ടേ? ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ മീറ്റർ റീഡിംഗ് എല്ലാം കറക്റ്റ് ചെയ്ത് ബില്ല് കൊണ്ടുവരണം. മനസ്സിലായോ? എടുത്തോണ്ട് പോ. ഇനിയെങ്കിലും തെറി കേൾക്കാതിരിക്കാനായിട്ട് പെർമിഷന് വേണ്ടി ഞാൻ അയാളെ മുന്നിൽ പോയി നിന്നാശാനെ. സാർ, എന്താടോ? ഒന്നിന് പോണമായിരുന്നു സാറേ. തന്റെ വീട്ടിൽ ടോയ്ലറ്റും ബാത്റൂം ഒന്നുമില്ലേ? എല്ലാം ഓഫീസിൽ വന്നിട്ടുണ്ടോ ചെയ്യാൻ? ഞാൻ ഇവിടുത്തെ സൂപ്രണ്ടോ അതോ ക്ലാസ് ടീച്ചറോ? ഒന്ന് പോടോ. എനിക്ക് മാത്രമല്ല ഈ അപമാനം. നമ്മുടെ ഓഫീസില് വാസന്തി എന്ന് പറഞ്ഞിട്ട് ഒരു ടെമ്പററി സ്റ്റാഫ് ഉണ്ട്. ഒരു പാവം പെണ്ണ് ഒരു ദിവസം ഓവർ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് ഓഫീസ് കഴിഞ്ഞതിന് ശേഷം ആ പെണ്ണിനെ അവിടെ പിടിച്ചിരുത്തിട്ട് ആ ചെറ്റ ചെയ്തതേ. ഇനി എന്നെ തൊട്ടാലുണ്ടല്ലോ ചെരുപ്പൂരി അടിക്കും ഞാൻ. ഒത്തിരി നാള് കാത്തിരുന്ന ശേഷം പോസ്റ്റിംഗ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ആ പെണ്ണിന് കിട്ടേണ്ടിയിരുന്ന പെർമനന്റ് ഓർഡർ അവന്റെ സ്വന്തക്കാരിക്ക് വാങ്ങിച്ചു കൊടുത്ത ആശാനെ. കഷ്ടം, പാവം പെണ്ണ്. അവളുടെ ഒറ്റ വരുമാനം കൊണ്ടാ വീട് കഴിഞ്ഞിരുന്നത്. ഓഫീസിൽ ആരും ഇല്ലാത്ത സമയത്ത് അവള് കൈഞ്ഞരമ്പ് വിളിച്ച് ആത്മഹത്യ ചെയ്ത ആശാനെ. ഇങ്ങനെയുള്ള ദുഷ്ടന്മാരൊക്കെ ജീവിച്ചിരിക്കണം ആശാനെ, പറ. കള്ളു കുടിച്ച് ബോധമല്ലാതെ പറയല്ല ആശാനെ. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് ആശാനെ. എനിക്കൊരു അത്യാവശ്യം വന്നപ്പോ കുറച്ച് കാശ് ഞാൻ ഒരു പലിശക്കാരൻ്റെ നിന്ന് കടം വാങ്ങി. മാസം തോറും എനിക്ക് കിട്ടുന്ന ശമ്പളം പലിശയായിട്ട് ഞാൻ ഇയാൾക്ക് കൊടുത്തോണ്ടിരിക്കുക. ഒരു ദിവസം ഉണ്ടല്ലോ, പലിശയും കൊടുക്കത്തില്ല, മുതലും കൊടുക്കത്തില്ല, വന്ന് കാണത്തുമില്ല. നീ അല്ലടാ, ഞാൻ തന്നെ തരികടയാ. അപ്പൊ എന്നെക്കാളും വലിയ തരികടയോ നീ? ലോൺ കിട്ടിയ ഉടനെ മുതലടച്ചേക്കാം, പലിശക്ക് കുറച്ച് ഇളവ് വരണം. ഇതാണ് ലാസ്റ്റ് വാർണിംഗ്. കിട്ടിയ ഉടനെ തന്നെ ഞാൻ വന്ന് കണ്ടോളാം. വരുമല്ലോ അല്ലേ? മറക്കാതെ വന്നേക്കണം. പലിശക്കുള്ളെങ്കിലും ഉണ്ടോ നോക്ക്. പലിശ കൊണ്ട് തന്നിട്ട് ഇതൊക്കെ തിരിച്ചു വാങ്ങിച്ചോ. ഇന്ന് നിന്നെ ഞാൻ തുണിയോടുകൂടി വിടുന്നു. പലിശ കൊണ്ട് തന്നില്ലെങ്കിൽ മോനെ എന്നെ തനിക്കൊട നീ അറിയും. ആശാനെ, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എനിക്കുള്ള ഏക ആശ്വാസം ആരാണെന്ന് അറിയാമോ? ആരാത്? എന്റെ ക്ലോസ് ഫ്രണ്ട് കൊച്ചനിയാൻ. 4 വർഷത്തിന് മുമ്പ് അവന്റെ പേര് കേന്ദ്രൻ, അതിനു മുമ്പ് ശിവാജി, പിന്നെ ലിംഗ. എപ്പോഴൊക്കെ രജനീകാന്തിന്റെ പടം റിലീസ് ആവുന്നോ അപ്പോഴൊക്കെ എന്റെ പേര് മാറ്റും. എന്ന് ഞങ്ങളെ എന്താ വിളിക്കുന്ന അറിയാമോ? ജോഡി എന്ന്. മൈ ഡിയർ ഫ്രണ്ട്, ഷാർപ്പ് 10 o'clock നിന്നെ ഒന്ന് പിക്ക് ചെയ്തോളാം. ഫ്രഷ് ആയിട്ട് വാങ്ങിയ ഗ്ലാസ് ഞാൻ കഴുകി വെച്ചോളാം. നിന്നെ അളവിനൊത്ത് സിപ്പ് ചെയ്ത് ഞാൻ കുടിച്ച് രസിച്ചോളാം. നോർമൽ വാട്ടർ നിന്റെ ആരോഗ്യത്തിന് പറ്റില്ല. അതുകൊണ്ട് കണ്ട കോസ്റ്റ്ലി വാട്ടർ ബോട്ടിൽ വാങ്ങി
നിന്റെ കൂടെ ചേർത്ത് അങ്ങനെ കളർ മാറ്റും. ഉള്ളി പോകുന്നത് ചുമ്മാതൊന്നും അല്ല. മിച്ചറ്, ഹാഫ് ബോയിൽഡ് താറാമുട്ട, പിന്നെ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് നോക്ക് പെപ്പർ ചിക്കൻ, അവനെയും കൂടി അകത്താക്കിയാലേ എനിക്ക് തൃപ്തിയാവുള്ളൂ. ഇപ്പൊ തന്നെ അയച്ചേക്കാം. എല്ലാരും ഉള്ളി പോയി സുഖമായിട്ടിരിക്കുന്ന സുഹൃത്തെ. അപ്പൊ എന്റെ വയറിനൊരു സുഖം കിട്ടും. നീ അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കണ്ടവന്മാരുടെ തെറി എനിക്ക് കേൾക്കാം. എനിക്ക് അതിന്റെ ആവശ്യമുണ്ടോ? ഇത്രയും തെറികളൊക്കെ കേട്ടതിന് ശേഷവും കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ നിന്നോട് ഫ്രണ്ട്ഷിപ്പ് വെച്ചിരിക്കുക. എന്താ കാരണം? ദാറ്റ് ഈസ് ഡൂഡ്, ഓൾവേസ് ക്യൂട്ട്. വാട കണ്ണ വാ, എന്തിനെ പെണുങ്ങന്നെ വാ. ഞാനില്ല. ആരാട് ചോദിക്കാതെ അത്തോട്ട് കയറി വന്നേ? ആ പിടികിട്ടി, ശരവണൻ മീനാക്ഷി. എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞത് എന്റെ പേര് കൺഫ്യൂസ് ചെയ്തിരുന്നു. ഞാൻ ഭാസ്കർ. നീ പറയുന്നത് ഞാൻ വിശ്വസിക്കണം. നിന്റെ മീനാക്ഷി എവിടെ? വേണ്ട, ടെൻഷൻ ആക്കരുതേ. അപ്പൊ നിന്റെ ടെൻഷൻ കാരണം മീനാക്ഷിനെ നീ ഒഴിവാക്കിയിട്ട് തിരിച്ചു വന്നിരിക്കാനല്ലേടാ ശരവണ? പറഞ്ഞ മനസ്സിലാവും. ഇപ്പൊ എനിക്ക് കാര്യം എപ്പോ മനസ്സിലായി. നോക്കിയാലും ഇതേ പറയാനുള്ളൂ. ഒരു കൊമേഴ്ഷ്യൽ ബ്രേക്ക്. ഡ്രീംസ്. ചട്നി സാമ്പാറും ഒക്കെ വേഗം റെഡി ആയിക്കോ. ഒരുത്തം മലമറിക്കാൻ വേണ്ടി എങ്ങോട്ടോ പോവാ. എന്താ? അല്ലെ, KCB പോയിട്ട് പവർ ഓഫ് ചെയ്യാൻ പോയില്ല. അതിന് എന്തിനാ എത്ര വലിയ ടെൻഷൻ? രാത്രിയാണെങ്കിൽ ഡ്രിങ്ക്സ് അടിച്ച് ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കും. പകലാണെങ്കിൽ ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും ജോലിക്ക് പോടാ. ഹലോ, എന്തോന്ന് ഡ്രിങ്ക്സ്? മീ, ഓ മൈ ഗോഡ്, ഐ ഡോണ്ട് ലൈക്ക് ദിസ്. എന്തിനാ എന്നെ തുറച്ചു നോക്കുന്നത്? അവൻ കൂൾ ഡ്രിങ്ക്സ് കുടിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്നെ എന്തിനാ പറഞ്ഞത്? തെറ്റിദ്ധരിക്കുന്നതല്ലേ? അയ്യോ, കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കോ ഈ തള്ള. കൊച്ചിനെ എനിക്കൊരു ആശ്വാസമാണെങ്കിൽ എന്റെ സന്തോഷം എന്റെ മഹാലക്ഷ്മി. ഞാൻ എല്ലാത്തിലും എക്സൈറ്റഡ് ആവും. എനിക്ക് ഭയങ്കര പേടിയാ. എന്നാ അവളങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ്. എന്താ മോളെ ഇത്? ഓർഫനേജ് ഡൊണേഷൻ. അത് ശരി. ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമല്ല മാസം നീ അനാഥ പിള്ളേർക്ക് ഇങ്ങനെ ദാനം ചെയ്തോണ്ടിരിക്കുകയാണല്ലേ? സ്വർണ്ണമൊക്കെ വാങ്ങി നിന്റെ കല്യാണം നല്ല ഭംഗിയായിട്ട് നടത്തണ്ടേ? അതെ, ചെറുക്കനാരാ? നിങ്ങളുടെ പെങ്ങടെ മോനല്ലേ? അഡ്ജസ്റ്റ് ചെയ്തോളൂ. എന്തോന്ന്? ആ ഭാസ്കർ എന്റെ മരുമോനോ? സത്യമായിട്ടും ആ പേടിത്തോണ്ടം തെണ്ടിക്ക് എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കുന്ന പരിപാടിയില്ല. അച്ഛാ, ഞാൻ അവനെ കെട്ടു. മഹാ, നീ എന്തൊക്കെ പറഞ്ഞാലും ആ വൃത്തി കെട്ടോണ്ട് നിന്നെ കെട്ടിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. IT കമ്പനിയിൽ നല്ല സൂപ്പർ ജോലിയുള്ള ഒരു പയ്യന് മാത്രമേ നിന്നെ കെട്ടിച്ചു കൊടുക്കൂ. ആ പറയടി. ഇന്ന് ഈവനിങ് നമ്മൾ കാണണമെന്ന് പറഞ്ഞില്ലേ? അതേടി, സ്ഥിരമായിട്ട് കാണുന്ന സ്ഥലം തന്നെയാടി. ഷാർപ്പ് 5 മണിക്ക് തന്നെ കാണാടി. ശരി, ലേറ്റ് ആവല്ല കേട്ടോടി. ഓക്കേടി, ബൈ ഡി. മഹാ, ആ പേടിത്തോണ്ടം ഭാസ്കർ തന്നെയല്ലേ? അല്ലച്ചാ, ഇതെന്റെ ഫ്രണ്ട് മഞ്ജു. എനിക്കറിയാം മോളെ. നിന്നെ പോലുള്ള പെമ്പിളേർ ഇങ്ങനെ ഡി ഇട്ട് സംസാരിച്ചാലേ എന്നെ പോലുള്ള അച്ഛന്മാരെ കണ്ടുപിടിച്ചിരിക്കും. അപ്പുറത്ത് സംസാരിക്കുന്നത് ഡാ ആയിരിക്കുമെന്ന്. നിന്റെ അച്ഛനല്ലേ എന്നെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്ത? ഇപ്പൊ എന്താ പെട്ടെന്ന് എന്നെ ഇഷ്ടമല്ലാതായത്? നിനക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണെന്ന് അച്ഛൻ പറയാറ്. അതെന്റെ നേച്ചർ. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അച്ഛൻ പറയുന്നത് പോട്ടെ, എനിക്കാണെങ്കിലും മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ്, ടൊവിനോ ഇങ്ങനെയുള്ള ആക്ഷൻ ഹീറോസിനെ ഇഷ്ടം. ഒരു കാര്യം നിനക്കറിയോ? പെണ്ണുങ്ങൾക്ക് ഇത്തിരി വില്ലത്തരമൊക്കെ ഇഷ്ടം. വില്ലത്തരം എങ്ങനെ കാണിക്കണമെന്ന് എനിക്കറിയാം. ആ എടാ, ഞാനിവിടെ ആത്മഹത്യ ചെയ്യാൻ വന്ന കാരണം തന്നെ ഇന്നലെ നടന്ന ആ സംഭവമാണ് ആശാനെ. അമ്മ എത്ര പറഞ്ഞിട്ടും അച്ഛൻ കേൾക്കുന്നതേ ഇല്ല. സീരിയസ് ആയിട്ട് എനിക്ക് വേറെ ചെക്കനെ നോക്കുക. എനിക്കെന്തോ നിന്റെ അച്ഛൻ നോക്കുന്ന ചെറുക്കനാ നിനക്ക് പറ്റിയെന്നാ തോന്നുന്നേ. എന്നടി സംസാരിച്ചോണ്ടിരിക്കുമ്പോ അടിക്കുന്നേ? ഇവിടെ നോക്ക്, നാളെ തന്നെ നമ്മൾ നാട് വിടും. നാട് വിട്ടാ? നാളെ രാവിലെ 8 മണിക്ക് കാക്കനാട് ബസ് സ്റ്റാൻഡിൽ ഞാൻ ഉണ്ടാവും. നീ വരും. നാളെ രാവിലെ ഗുരുവായൂർ പോകുന്നു, താലി കെട്ടുന്നു, അച്ഛന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു നമ്മള്. നിന്റെ അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ അച്ഛനോട് പോവാൻ പറയും, അത്ര തന്നെ. ഗുരുവായൂർ തന്നെ വേണോ? ചോറ്റാനിക്കരായാലോ? എന്താ ഗുരുവായൂർ പോയി നിനക്കെന്താ പ്രശ്നം? അല്ല, ഞാൻ കടം വാങ്ങിയ ഒരുത്തനെ ഇപ്പൊ അമ്പലത്തില് പൂജാരിയായിട്ടിരിക്കുക. അയാള് പൈസ ചോദിക്കില്ലേ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നാ ഓക്കെ. എന്തോ എന്ത് പറ്റി അച്ഛനെ? ഒരു മിനിറ്റ് സാർ. സോറി സാർ, പെട്രോൾ തീർന്നുപോയി. തൊട്ടടുത്ത മെയിൻ റോഡ്. അങ്ങോട്ട് ചെന്നാൽ വേറെ ഓട്ടോ കിട്ടും. അയ്യോ, അതൊരു പട്ടിയാ. നടക്ക്. അതുകൊണ്ടാ പറഞ്ഞു പെട്ടെന്ന് പോവാന്ന്. നീ കേട്ടാ, ഈ രാത്രിയിൽ നീ എവിടെ വണ്ടി കിട്ടാൻ?
ചേട്ടാ വണ്ടി എടുത്ത് വണ്ടി എടുത്ത് എന്താ എന്താ കാര്യം എന്താ പറ. നീ എന്ത് പണിയായി കാണിക്കുന്നു? ഒരു മര്യാദ വേണ്ടേ? ഞാൻ ടിഫിൻ വാങ്ങിയിട്ട് വരുന്ന വഴിയാ. നിർത്താൻ പറഞ്ഞു നിർത്തി. അവനെ കെട്ടാതെ വണ്ടി എടുക്കാൻ പറഞ്ഞു എന്തിനാ? നീ അവനെ കണ്ട റൗഡികൾ കെട്ടി കൊടുത്തിട്ട് എന്തെങ്കിലും പറ്റിയ എന്തായിരിക്കും അവസ്ഥ? ഇങ്ങനെയുള്ള സമയത്ത് ആമ്പിള്ളേർക്ക് ധൈര്യം വരുന്നത്. നൈറ്റ് ഡ്യൂട്ടിയിൽ ഭയങ്കര ഉറക്കം വരുന്നത്. ആരാണവൻ? എങ്ങോട്ടേ പോകുന്നത്? എന്നെ കുറെ റൗഡിയിലിട്ട് ഓടിച്ചോണ്ടിരിക്കുക സാർ. അറിവുണ്ടോടാ നിനക്ക്? സേഫായ സ്ഥലത്ത് പോകുന്നതിന് വരെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എടോ സാർ ഇങ്ങോട്ട് വാടോ. എന്താണ് പ്രശ്നം? സാറേ ഒരു 5-6 റൗഡികൾ എന്റെ പിന്നാലെ ഉണ്ട്. ആരാടാ എന്നെ രക്ഷിക്കണം സാർ. ഇവര് തന്നെ സാറേ. ഇവര് സ്റ്റേഷന്റെ അകത്തേക്ക് വന്നിരിക്കുന്നു. ഇവന്മാരെ പിടിച്ച് അകത്താക്കി സാറേ. ഇവന്മാരാ? ഞങ്ങൾക്ക് തണ്ണിയടിക്കാൻ നീ കൂട്ടിക്കൊണ്ടുവരണോ? ഇത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വന്ന് വെള്ളമടിക്കുന്ന ബാറോ. ഇൻസേ ഇന്നലെ അടിച്ചതിന്റെ ബാലൻസ് വല്ലതും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വാ. നല്ല ക്ഷീണം. ഇല്ലടാവേ. പോലീസുകാരെടുത്തുണ്ടാവും ഞങ്ങൾ വിചാരിച്ചു. എന്തോടാ എന്താ പ്രശ്നം? ഞാൻ റോഡെ നടന്നു വരായിരുന്നു സാറേ. അപ്പൊ ഇവന്മാരെന്നെ തടഞ്ഞു നിർത്തി. എന്നെ അടിച്ച് എന്റെ പോക്കറ്റൊക്കെ വലിച്ചെറി, എന്റെ പേഴ്സിലിരുന്ന കാശൊക്കെ എടുത്തിട്ട് എന്റെ മോതിരം വാച്ചും എല്ലാം മാറി പിടിച്ചു വാങ്ങി. തെളിവായിട്ട് എടുത്ത ഫോട്ടോ എല്ലാം ഈ ഫോണിലുണ്ട് സാറേ. ആദ്യം ഇവന്മാർക്ക് എഫ്ഐആർ എടുത്തു. ഒന്നുമില്ല ഈസേ, ഞങ്ങൾ ആ കടയിൽ വെറുതെ ഇരിക്കായിരുന്നു. ഇവനൊരു കിടിലം പീസായിട്ട് വരികയായിരുന്നു. ഞങ്ങൾക്ക് ഒരു സംശയം തോന്നി. ചുമ്മാ ഒന്ന് തൊട്ടു. ഞങ്ങളൊക്കെ അടിച്ചിട്ടിട്ട് അവളെ ഓട്ടോ കയറ്റി വിട്ടു. വെറുതെ ഫോട്ടോ എടുത്തിട്ട് ഇപ്പൊ കംപ്ലൈന്റ് ചെയ്യാൻ വന്നിരിക്കുക. സത്യത്തിൽ എന്താ നടന്നത്? ആദ്യം അത് പറ. സാർ ഞാൻ പറഞ്ഞു തന്നെ നടന്നത്. ഞാൻ പറഞ്ഞ കംപ്ലൈന്റ് ആദ്യം രജിസ്റ്റർ ചെയ്യും സാറേ. സാറേ ഇവന്മാരുടെ കൈയും മുഖവും കാലും ഒക്കെ അടിച്ച് പരിവാക്കി സാറേ. ഫിസിക്കൽ അറ്റാക്ക്. ആദ്യം കേസ് രജിസ്റ്റർ ചെയ്യും സാറേ. നാളെ രാവിലെ ഒരു കോർട്ടിൽ ഹാജരാക്കണം. ഇൻസൊക്കെ ഉറക്കം വരുന്നടാ. പിന്നെ എന്ത് സാർ? അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടാണല്ലേ? എന്നാ ശരി. എന്റെ ഫോട്ടോ എടുത്തിട്ട് എന്തിനാ കക്കൂസ് കൊണ്ടൊട്ടിക്കാനോ? സാർ ഞാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റാഫ്. എനിക്ക് വേണ്ടി സംസാരിക്കാൻ NGO യൂണിയൻ ഉണ്ട്. ആവശ്യമാണെങ്കിൽ കമ്മീഷൻ ഓഫീസ് വരെ പോകും. വേണ്ടി വന്ന മനുഷ്യാവകാശ കമ്മീഷൻ വരെ പോകും. ഒരുത്തനെയും വെറുതെ വിടില്ല. പിന്നെ നിങ്ങൾക്കായിരിക്കും പ്രശ്നം. എന്തുവാടി? എന്തായി? ഞാൻ പോലീസ് സ്റ്റേഷനിലാണ്. ആ റൗഡിയിൽ കയറി കംപ്ലൈന്റ് കൊടുത്തോണ്ടിരിക്കുക. പോലീസ് സ്റ്റേഷനിലോ? അതെ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വരണോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ നോക്കിക്കോളാം. നാളെ രാവിലെയാണ്. ഗുഡ് നൈറ്റ്. അനിയ എന്താ പേര്? ഭാസ്കർ സാർ. ഓക്കെ മിസ്റ്റർ ഭാസ്കരൻ. അവന്മാരെ അടിച്ച് ഫിറ്റായിട്ട് അറിയാതെ എന്തോ ചെയ്തു പോയതാ. അവന്മാരെ കൊണ്ട് വേണമെങ്കിൽ ഞാൻ മാപ്പ് പറയിപ്പിക്കാം. ഈ തവണത്തേക്കൊന്ന് ക്ഷമിക്കുന്നേ. ക്ഷമിക്കാനോ? സാർ ഇപ്പൊ എഫ്ഐആർ ഇടാൻ പോകുന്നോ ഇല്ലയോ? ഇന്ന് ഇൻസ്പെക്ടർക്ക് ആപ്പ് തന്നെ. എടാ രവി, പറയൂ സാർ. ശരിക്കും എന്താ സംഭവിച്ചേ? NGO യൂണിയൻ, മനുഷ്യാവകാശ കമ്മീഷൻ, നിങ്ങൾ അവനെ എന്തുവാടെ ചെയ്തേ? ഒന്നും സംഭവിച്ചില്ല ഇൻസേ. അവൻ നുണ പറയുക. ആ പെണ്ണിന്റെ പേര് ഇതിൽ വരാതിരിക്കാൻ അവൻ പ്ലാൻ ചെയ്യുക. അതാണ്. നല്ല സമയം. എന്താണ് അവന്റെ പ്ലാൻ? എന്തൊക്കെയാണേലും അവൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. പ്രശ്നം പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിലേ നിന്റെ കാര്യം പോക്കാം. അങ്ങനെയാണോ? ഡേയ് ഫോൺ കൊറാ. നമസ്കാരം കൗൺസിലർ മാഡം. ഇനി പ്രശ്നം തീർന്നത് തന്നെ. നമസ്കാരം മാഡം. അനിയ, ഞാനാണ് ഈ ഏരിയയിലെ കൗൺസിലർ ശകുന്തള. ഈ ചെറിയ പ്രശ്നമൊക്കെ എന്തിനാ ഇത്ര പെരുപ്പിക്കുന്നേ? വിട്ടുകള അനിയ. വിട്ടില്ലെങ്കിൽ വിട്ടില്ലെങ്കിൽ പ്രശ്നം ഭീകരമാകും. മാഡം കോപത്തോടെ നോക്കിയാൽ പച്ചക്ക പോലും പെട്ടെന്ന് പഴമായി മാറും. സംസാരിക്കാതെ മാഡത്തോടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നോക്ക്. അനിയ, എന്റെ ഇത്രയും വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ എന്നോട് ഇതുവരെ ആരും പിണങ്ങി പോയിട്ടേ ഇല്ല.
എതിരാളിയെ പോലും കടത്തിയിട്ടുണ്ട് അറിയാമോ? ഇങ്ങോട്ട് നോക്കണിയാ ചുമ്മാ ഊതി പ്രശ്നം വലുതാക്കാതാ. ഇങ്ങോട്ട് നോക്കനിയാ, ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, ഛേ, ഇവനോട് എന്തിനാ ചുരുക്കി പറയുന്ന? അങ്ങോട്ട് വിടർത്തി തന്നെ പറഞ്ഞോട്. ഓ, ഞാൻ അയാളെ സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ ഇയാൾ എന്തിനാ ഇങ്ങനെ? ഓ, സമാധാനമാ. ഉം. അപ്പൊ അവനോട് കൊഞ്ചിക്കൊഴേ, അവനെ അങ്ങനെ പിഞ്ചി എടുക്കാം. ഓ, തനിച്ചു കൂട്ടിക്കൊണ്ടുപോയി സംസാരിക്കേ. വാ പോകാം. ഓ, അവനെ ഓടൊന്ന്. അവനോടാ? ഉം. ഭാസ്കറേ, എന്തിനാ ഇങ്ങനെ വലിയ ആൾക്കാരോട് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇപ്പൊ നിനക്ക് എന്ത് വേണം? എനിക്ക് നീതി വേണം സാർ. പണം വേണ്ടെന്നും പറഞ്ഞു. അപ്പൊ ഒരു കാര്യം ചെയ്യും, കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള നല്ല ഗുമ ജില്ലു കുട്ടികൾ കൗൺസിലറുടെ കൈവശം ഉണ്ട്. നീ എന്ന് പറഞ്ഞാ മതി. ഒരു നാൾ ഗസ്റ്റ് ഹൗസിൽ പോയി രാത്രിയെ പകലാക്കി പോന്നേക്ക്. ഇങ്ങോട്ട് വെക്ക, ഇൻസ്പെക്ടർ ഇരിക്കുന്നാണ്ടാ. അങ്ങേര് വരെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങോട്ട് വരും. ആ മൂഞ്ചി കണ്ട എപ്പോഴും ടയർഡായിട്ടേ ഇരിക്കും. നിങ്ങളൊരു ഹെഡ് കോൺസ്റ്റബിളോ അതോ? മാമയാണെന്നല്ലേ? കറക്റ്റ് തന്നെ. ആ കൗൺസിലർ മാഡത്തിന് ഞാൻ അകന്ന ബന്ധുവാണ്. ഒരു വകയില് മാമ എന്നും വിളിക്കാം. അത് ഞാൻ കംപ്ലൈന്റിൽ എഴുതിക്കോളാം. എന്തോന്ന്? ആ കൗൺസിലർ എനിക്ക് പണം തരാൻ ശ്രമിക്കുന്നതും എഴുത്. പെണ്ണിനെ കൊണ്ട് തരാന്ന് പറഞ്ഞതും അത് എഴുത്. ഇതിനല്ല സാക്ഷി നിങ്ങൾ തന്നെ. എഴുത്. തുറക്ക്. ഉയ്യോ, എന്റെ പേര് എഴുതല്ലേ. എന്റെ ജോലിയിൽ ആപ്പ് വെക്കല്ലേടേ പ്ലീസ്. അടച്ചുണ്ടായിരിക്കും. അടച്ചു വെച്ചടേ. എന്താ? ഇവൻ കിടക്കത്തില്ല, പഠിക്കത്തില്ല. ഉം. ഒരു മിനിറ്റ്. ഓക്കെ. എന്താ ഇത്? ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ. അവൻ കംപ്ലൈന്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരും കൂടി ചേർക്കാൻ പോവുക. നിങ്ങളുടെ പേര് ശൗന്തല എന്നല്ലേ? എക്സ്ക്യൂസ് മീ, സൗന്ദര്യ ദേവി. 8 5 സ്റ്റാർ ബാർ ലേലത്തിലെടുത്ത ആളാ. സോറി, 9. എന്താടോ ഇത്? പ്രശ്നം വഷളാക്കുവാണല്ലോ. പ്രശ്നം ഇതിൽ നിന്നും വലുതാവാതിരിക്കണമെങ്കിൽ നിങ്ങളെക്കാൾ മുകളിലുള്ള ആർക്കെങ്കിലും ഉടനടി ഫോൺ ചെയ്യ്. ഉം. നമസ്കാരം. നമസ്കാരം സാർ. അനിയ, ഈ ജില്ലയിലെ വലിയൊരു പുള്ളിയാ, പേര് വിശ്വനാഥ റെഡ്ഡി. റെഡ്ഡി ഗാരു, നമസ്കാരം. കോച്ചണ്ടേ അനിയ ഇവൻ വലിയ പുള്ളിയാന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചു പയ്യനാണല്ലോ. അറിയാതെ പറഞ്ഞു പോയിരിക്കും സാറേ. അതെ മോനെ, എന്റെ നടന്നേന്ന് ചെപ്പിയാര്. നീ ഒരു ഗവൺമെന്റ് സ്റ്റാഫ്, എന്തിനാ ഈ പാതിരാത്രിയിൽ നിങ്ങളുടെ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്? രാവിലെ 5 മണിക്ക് എനിക്ക് മലേഷ്യ ഫ്ലൈറ്റാ. അതിനു മുൻപ് ഈ പ്രശ്നം തീർത്തിട്ട് പോകാന്ന് കരുതിയാ ഇങ്ങോട്ട് വന്നേ. തെലുസാ? ഹലോ സാർ, ഇത് ഈ സ്ട്രീറ്റിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനായിരുന്നെങ്കിൽ ഈ രാത്രി 12 മണിക്ക് നിങ്ങൾ ഈ സ്റ്റേഷനിൽ വരുമോ? വന്ന് ഈ നാറികൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കറക്റ്റ് ആയിട്ട് എത്തിയല്ലോ. ഏയ്, എന്താണ് നീ കാണിക്കുന്നത്? എന്താണ് പോക്കൃത്തരം കാണിക്കുന്നത്? ഒന്നും വേണ്ട കൊച്ചനെ, ഇത് വിട്ടേക്ക്. അവസാനമായിട്ട് വാൺ ചെയ്യുക. സാർ, നിങ്ങളല്ല ഇനി മന്ത്രി, MLA, കളക്ടർ ആരും എന്ന് പറഞ്ഞാലും കേൾക്കില്ല. ഇതാ സാർ, FIR രജിസ്റ്റർ ചെയ്യുന്നോ അതോ കമ്മീഷൻ ഓഫീസിൽ പോണോ? പറ. എന്താണ് നീ നിനക്ക് ശരിക്കും അറിയില്ല. ആരെങ്കിലും തരാനില്ല. നീ വന്നപ്പോ തന്നെ ഞാൻ ശ്രദ്ധിക്കുന്ന അവരെ ഫോട്ടോ എടുക്കല്. പോലീസ് സ്റ്റേഷൻ ഫോട്ടോ സ്റ്റുഡിയോ അടിച്ച് തലപട ഞാൻ വിളിക്കും. ഇൻസ്പെക്ടർ, ഒന്നുമില്ല പ്ലീസ്. കൊച്ചനെ, സാരമില്ല, സമാധാനപ്പെട്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം. ന്യായം നടക്കണമല്ലോ. ഇൻസ്പെക്ടർ, ഈ തമ്പുടു പറയുന്നതിലും കാര്യമുണ്ട്. നമ്മുടെ പിള്ളേരാണ് തെറ്റ് ചെയ്തത്. കംപ്ലീറ്റ് തേസ്കൊണ്ടേ FIR എഴുതിയേക്കൂ. എന്താ സാറേ പറയുന്നേ? എഴുതിയേക്കൂ. ഓക്കെ തമ്പുടു, എന്നാ വരട്ടെ. ഇതാ പിടിക്കും സാർ, ഇവന്മാരെ പിടിച്ചകത്തിട്. അയ്യോ, സുനാമി വന്നു പോയതുപോലുണ്ട്. എന്റെ അമ്മേ. FIR ഇട്ടോ? കണ്ടോ, അവരെല്ലാം പാക്കപ്പായി. നീ ലോക്കപ്പിലുമായി. ഇതാണടാ പൊളിറ്റിക്സ്. നീതി തേടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന എന്നെ അന്യായമായി അവരെന്നെ പിടിച്ച് അകത്തിട്ട് വെളുക്കുന്നത് വരെ കൊതുകുടിയും കൊണ്ട് കിടക്കേണ്ടി വന്നു. എന്തൊരു കഷ്ടോ. മക്കളെ, രാത്രി ഉറങ്ങാനൊന്നും പറ്റി കാണില്ല അല്ലേ? കോൺസ്റ്റബിൾ, യെസ്, ചായ കൊടുത്തായിരുന്നോ? കൊടുത്ത് അവൻ കുടിച്ചില്ല, അതുകൊണ്ട് ഞാൻ കുടിച്ചു. ആ,
അവനെ തുറന്നുവിട്. എടാ അനിയ, നിന്റെ NGO യൂണിയൻ, മനുഷ്യാവകാശ കമ്മീഷൻ ഇതെല്ലാം കഴിഞ്ഞ രാത്രി എവിടെ പോയി? ഓവറായിട്ട് കളിച്ചാലുണ്ടല്ലോ പണി ഞാൻ തീർത്തുകളയും. FIR എങ്ങനെ ഇടണ്ടേന്ന് നീ ഞങ്ങളെ പഠിപ്പിക്കുകയാണല്ലേ? FIR എങ്ങനെ ഇട്ടെന്ന് നിനക്കറിയോ? എടാ ഒന്ന് പറഞ്ഞു കൊടുക്ക്. പോസ്റ്റ് ഒട്ടിക്കാൻ വന്ന ആ നേതാവിന്റെ ആൾക്കാരോട് നീ തട്ടിക്കയറി അറിയാമോ? കാര്യം അന്വേഷിക്കാൻ വന്ന കൗൺസിലർ ശകുന്തള ദേവിയോട് നീ വളരെ മോശമായിട്ട് ചീത്ത വിളിച്ചു. കോംപ്രമൈസിന് വന്ന വിശ്വനാഥ റെഡ്ഡിയെ നീ അപമാനിച്ചു വിട്ടു. അങ്ങനെയെല്ലാം അവര് കംപ്ലൈന്റ് കൊടുത്തത് കൊണ്ട് ഇതുപോലെയെല്ലാം ഞങ്ങൾ FIR എഴുതും. ഇത് വെച്ചിട്ടാണ് നിന്നെ രാത്രി ഞങ്ങൾ ലോക്കപ്പിലാക്കിയതും ഇനി കോടതിയിൽ ഹാജരാക്കുക എന്നതാണ് അടുത്ത നടപടി. ഇപ്പൊ മനസ്സിലായോ പോലീസിന്റെ പവർ എന്താണെന്ന്? എന്താ പേടി തോന്നുന്നോ? എന്തോ അബദ്ധത്തിൽ നീ കുറച്ച് ഓവറായി പോയി. റെഡ്ഡിയോട് നീ ചെന്ന് മാപ്പ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി മുതൽ ഇതുപോലുള്ള വലിയ ആളുകളോടുള്ള നിന്റെ കളി മര്യാദക്ക് നിർത്തിക്കോ. ഇത് നിന്റെ മൊബൈൽ ഫോണ്. ഇതിലുള്ള ഫോട്ടോയും രേഖകളും എല്ലാം മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. നിന്നെ പോലെ ഈ മൊബൈൽ ഫോണിനും ഇപ്പൊ ചാർജ് ഇല്ലാതായിപ്പോയി. പിടിച്ചോണ്ട് മര്യാദക്ക് വീട് പറ്റാൻ നോക്ക്. വളരെ വേദനിച്ചാശാനെ, സഹിക്കാൻ പറ്റുന്നില്ല. മോനെ, ഒരു പാക്കറ്റ് സിഗരറ്റും 2 വാട്ടർ പാക്കറ്റ് എടുത്തിട്ടോ, പെട്ടെന്നാവട്ടെ. ഒരു മിനിറ്റ്, ഞാനൊന്ന് മൂത്രം വെച്ചിട്ട് വരാം. ഇതേട്ടാ 90 രൂപ. എത്രയായി? 90 രൂപ ഏട്ടാ. ഞാൻ 10 രൂപ ബാക്കി എടുത്തിട്ട് ചേട്ടാ. ഇതാ ടിപ്സ്. എന്തിനേട്ടാ? കണ്ടിട്ട് പാവണല്ലോടാ നീ. താങ്ക്സ് ചേട്ടാ. ആശാനെ, നല്ല മൂടായല്ലേ? അമ്മ, ഭാസ്കർ ബസ് സ്റ്റാൻഡിൽ വന്നിട്ടില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആന്നേ. ഓക്കെ, ടെൻഷൻ ആവണ്ട, ഞാൻ പറയുന്നത് പോലെ ചെയ്. ബോസ്, ഡൂഡ് ബോസ്, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ സാറേ? അർജന്റായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കണം. എന്റെ കൂടെ നിന്ന് വരുമോ? കംപ്ലൈന്റോ? എന്തിന്? നിന്റെ ഫ്രണ്ട് എന്റെ മോളെ അടിച്ചോണ്ട് പോയെന്നേ. കൂടെ എന്റെ പെണ്ണും പിള്ളേം പൊക്കളഞ്ഞു. സാർ, ആക്ച്വലി മഹായും ഭാസ്കറും കൂടി ഗുരുവായൂർ പോയി കല്യാണം കഴിക്കാനാ പ്ലാൻ. എന്നാ ഭാസ്കർ ബസ് സ്റ്റാൻഡിൽ വന്നിട്ടില്ല. അവൻ സ്റ്റേഷനിൽ പോയിരിക്കുക. മഹ എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു ഞാൻ സ്റ്റേഷനിൽ നിന്ന് വരുന്ന വഴിയാ. അവൻ എന്തിനാ സ്റ്റേഷനിൽ പോയേ? ഏതോ ഒരു വഴി പ്രശ്നമാണ് സാറേ. രാത്രി മൊത്തം സ്റ്റേഷനിലുണ്ടായിരുന്നു. രാവിലെ തിരിച്ചു പോയതാ. എവിടെ പോയിന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഫോൺ വിളിച്ചിട്ടാണ് സ്വിച്ച് ഓഫ്. താൻ തോന്നി ഏത് കോത്തായിട്ട് പോയ എനിക്കെന്താ? എന്റെ മോളും ഭാര്യ എവിടെയാ? സാറിന്റെ ഭാര്യയും മോളും ഈ ഹോസ്റ്റലിലാ താമസിക്കുന്നത്. ഹലോ ഹലോ, അവിടെ നിന്നെ. നിങ്ങൾ ആരോട് ചോദിക്കാതെ എങ്ങോട്ടേ കയറി പോകുന്നേ? ആരാ നിങ്ങൾ? നിങ്ങളാരാ? ഞാൻ ഈ ഹോസ്റ്റൽ വാർഡൻ. കണ്ടിട്ട് പഴയ ഗാർഡൻ പോലെ ഉണ്ടല്ലോ. എന്താ വേണ്ടത് നിങ്ങക്ക്? എനിക്ക് അർജന്റായിട്ട് ഭാര്യയെ വേണം, മോളെ വേണം. രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ട്. എനിക്ക് കാണണം, സംസാരിക്കണം. ഹലോ, നിങ്ങളുടെ വൈഫിന്റെ പേരെന്താ? മുത്തുറാണി. എന്നാണ്? മുത്തുറാണി. മുത്തറാണി നിങ്ങളുടെ വൈഫാണെന്നതിന് എന്താ തെളിവ്? അനിയ, നീ ഇപ്പുറത്തോട്ട് നോന്നേ. ഇതാ ഇത് നോക്ക്. വലിയ സൂപ്പർ സ്റ്റാർ നിവിൻ പോളിയാണെന്നാ വിചാരം. നെഞ്ചിന് മുത്തുറാണിന്ന് പച്ച കുത്തിരിക്കുന്ന കണ്ടില്ലേ? കൊച്ചു വൈരാന്നാണ് എന്റെ വിചാരം. എന്റെ പച്ചക്കിളിയുടെ പേര് ഞാൻ പച്ചകുത്തി. അതിന് നിനക്കെന്താ ചെയ്യാം? നിവിൻ പോളി, നിങ്ങളെ തന്നെ. നിങ്ങളുടെ മുത്തറാണി മോളും താമസിക്കുന്ന റൂം 420. തടുത്ത് നിർത്തേണ്ട അമ്മ പെണ്ണിന്റെ കൂടെ ഓടിപ്പോന്നേക്കുന്നു. പെണ്ണിനെ കൊണ്ട് പോകണ്ടവൻ എവിടെ പോയെന്ന് യാതൊരു പിടിയില്ല. വീടിന് ചുറ്റും തീ പോലെ പടർന്നിരിക്കുക. അപ്പൊ തന്നെ ഫയർ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യണ്ടേ? അതല്ലടാ, എന്റെ മോൾ ഓടിപ്പോയ വിവരം നാട് മുഴുവനും അറിഞ്ഞ് ആകെ നാശ കോടാലിയായിരിക്കാന്നാ പറഞ്ഞേ. മഹാ, നിന്റെ അച്ഛന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വാ മോളെ. ഇല്ല ചാ, ഭാസ്കറുമായിട്ട് കല്യാണം ഉറപ്പിക്കാതെ ഇനി ഞാൻ ആ വീട്ടിൽ കാലുകുത്തില്ല. അതുവരെ ഞാൻ ഇവിടെ നിൽക്കും. എന്താ ഡ്യൂഡ്, ഭാസ്കറെ പറ്റി വല്ല വിവരം കിട്ടിയ നിനക്ക്? അവൻ എവിടെയാണെന്ന് ഒരു പിടിയില്ല. പോലീസ് സ്റ്റേഷനിലും കണ്ടില്ല. ഒരു പക്ഷേ നീ നേരെ ഗുരുവായൂർക്ക് പോയെന്ന് വിചാരിച്ച് അവൻ ഇനി അങ്ങോട്ട് പോയിട്ടുണ്ടാവോ? എന്നെ ഈ അവസ്ഥയിലാക്കിയ ആ ഓഫീസർ മരങ്ങോടൻ, പലിശക്കാരൻ, ഇൻസ്പെക്ടർ, റൗഡി, കൗൺസിലർ, റെഡ്ഡി, ഇവന്മാരെ എല്ലാരും കൊന്നു തള്ളണോ ആശാനെ? നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമോ? അറിയാം. എത്ര കൂലി കൊടുക്കും? ഓഫീസിൽ നിന്ന് 1 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് 60,000 രൂപ ഉണ്ട്. മൊത്തമായിട്ട് തന്നയ്ക്കാം. തലയ്ക്ക് 10,000 രൂപ. കൂലിക്ക് ആളുണ്ടാ? ഉണ്ട്.
ലിസ്റ്റ് കൊടു, ഓരോരുത്തരായിട്ട് നമുക്ക് തൂക്കാം. ഇന്ന് ഏത് ദിവസം? തിങ്കളാഴ്ചയല്ലേ? അതെ. ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പ് ആ ഓഫീസർ മരം കൊണ്ടനെ തീർക്കണം. അവന്റെ മുഖം ഓർക്കുമ്പോ എനിക്ക് ചൊവ്വാഴ്ച ആരാ? ആ പലിശക്കാരൻ. അവനെ തീർത്താണ്ടല്ലോ ഒരുപാട് പേർക്ക് സന്തോഷം ഉണ്ടാവും. ബുധനാഴ്ച ആരാ? ബുധനാഴ്ച ആശാനെ, ഈ രണ്ടുപേരൊന്ന് തൊട്ടേ. രണ്ടുപേരും പോവേണ്ട ആൾക്കാരാ. പ്രിഫറൻസ് ഏത്? അയ്യോ, ഇൻസ്പെക്ടർ തൊട്ടല്ലോ ആശാനെ. അപ്പൊ ഇൻസ്പെക്ടർ ബുധനാഴ്ച ലാസ്റ്റ് വർക്കിംഗ് ഡേ. വ്യാഴാഴ്ച? ആ കാട്ട് റൗഡി ആശാനെ, അവനല്ലേ മെയിൻ പാർട്ടി. വെള്ളിയാഴ്ച? കൗൺസിലർ ആശാനെ, അവളുടെ അവസാനം അന്ന്. ശനിയാഴ്ച റെഡി. കറക്റ്റ് അല്ലേ? എങ്ങനെ മനസ്സിലായി ആശാനെ? സൂപ്പർ. ഫിറ്റാണെങ്കിൽ എല്ലാം കറക്റ്റ് ആണല്ലോ. അത്ര തന്നെ. ലിസ്റ്റ് പിടി ആശാനെ. കൂലിക്ക് ആളെവിടെ നിന്നാ? തൃശ്ശൂരാ? കൂലിയും കീലിയും ഒന്നുമല്ല, പ്രൊഫഷണൽ കില്ലർ. പ്രൊഫഷണൽ കില്ലറാ? ആരാ ആശാനെ? ഞാൻ തന്നെ. കോമഡി പറയാതെ ആശാനെ. സൂര്യൻ സിനിമയിലെ മൊട്ട ശരത് കുമാറിനെ പോലെ അത് നിങ്ങൾക്ക് കൊല ചെയ്യാൻ പറ്റുമോ? ഹലോ, ഞാൻ ശരിക്കും പ്രൊഫഷണൽ കില്ലറാ. ശരി, ഓക്കെ, സമ്മതിച്ചു. എനിക്ക് സത്യം ചെയ്തതാ. ഞാനായിട്ട് ഈ അഗ്രിമെന്റ് ക്യാൻസൽ ചെയ്താൽ പോലും നിങ്ങൾ ഈ കൊല ചെയ്യുന്ന നിർത്താൻ പാടില്ല. ഓക്കെ? പ്രോമിസ് ചെയ്യേ? ഓക്കെ, പ്രോമിസ്. ഡീൽ. 6 പേരെ പൊക്കിക്കോ. അഡ്വാൻസ് കൊടു. അഡ്വാൻസാ? ഒരു ഡീലാകുമ്പോ അഡ്വാൻസ് വേണമല്ലോ. എന്താ ശനം, നേരത്തെ ചോദിക്കാൻ പാടില്ലായിരുന്നു. ഇപ്പഴല്ലേ കടക്കാരൻ പയ്യനെടുത്ത് കൊടുത്ത കാശ്. 2, 4, 6 ഇതാശാനെ 12 രൂപ. തലക്ക് 2 രൂപ അഡ്വാൻസ് വെച്ചോ. ഹാപ്പി? ആശാനെ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം ചെയ്യുമല്ലോ അല്ലേ? അഡ്വാൻസ് തന്നില്ലേ? ഡീല് തന്നെയാ. അപ്പൊ ശരി, ഓക്കെ. ശരി, ഓക്കെ ബ്രദർ, പോകാം നമുക്ക്. പോവാ ആശാനെ. നിന്ന് ബോട്ടിലും കൂടെ എടുക്കട്ടെ. ഹലോ, ഒന്ന് നിക്കും മാഷേ. ആരാ കൊച്ചനെ പോലെ ഡ്രസ് കിട്ടിട്ടുണ്ടല്ലോ. ബാസ്, ഞാൻ അവിടെ നിന്ന് ശ്രദ്ധിച്ചോണ്ടിരിക്ക. നിങ്ങൾ രണ്ടുപേരും കൊറേ നേരമായിട്ട് സംസാരിച്ചോണ്ടിരിക്കാണല്ലോ. എന്താ ലവ് ഫെയിലിയറാ? ഇതിലാർക്കാ പണി കിട്ടിയെന്ന് ഞാൻ പറയട്ടെ. നിങ്ങളെക്കാൾ താടി ഇയാക്കാ കൂടുതൽ. സോ സാറിനാണ് ലവ് ഫെയിലിയർ. ഒന്നും പറയണ്ട ബോസ്. ഒരു പെണ്ണ് നിങ്ങളെ ചതിച്ചിട്ട് പോയി. ആ ഫീലിംഗ് എല്ലാം നിങ്ങളുടെ ഫ്രണ്ട് ഇയാളുടെ അടുത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുക. Am I correct? അല്ലേ? അതെ. ഫ്രണ്ടിനെ വിശ്വസിച്ചോ, അവസാനം വരെ കൂടെ ഉണ്ടാവും. പെണ്ണിനെ വിശ്വസിച്ചോ, പകുതിക്ക് ഇട്ടിട്ട് ഓടിക്കളയും. തൊട്ടാൽ തുടിക്കുമോ, അഴകെ വിട്ടാൽ കുതിക്കുമോ, മണിച്ചിറക് വീശിയൻ കനവിൽ കൂട്ടിലണയുമോ. തൊട്ടാൽ തുടിക്കുമോ, അഴകെ വിട്ടാൽ കുതിക്കുമോ, മണിച്ചിറക് വീശിയൻ കനവിൽ കൂട്ടിലണയുമോ. കന്നിമുകിൽ ചേല ചുറ്റി തൊട്ടുരുമ്മി നടന്നാൽ പുളകത്തിൻ പാൽത്തിരയിൽ വീണലിഞ്ഞു പോകാം. കന്നിമുകിൽ ചേല ചുറ്റി തൊട്ടുരുമ്മി നടന്നാൽ പുളകത്തിൻ പാൽത്തിരയാൽ വീണലിഞ്ഞു പോകാം. മോണിക്കാരാഗവീണ നീ നിൻമിഴി പൊയ്കയിൽ നീന്തി വന്നിടാം. മോണിക്കാരാഗവീണ നീ നിൻമിഴി പൊയ്കയിൽ നീന്തി വന്നിടാം. ആളൊഴിഞ്ഞ കൂട്ടിനുള്ളിൽ കാത്തിരുന്നതാരേ, കാറ്റുലച്ചു നന്മ മരം ചിതലരിച്ചു പോയോ. ആളൊഴിഞ്ഞ കൂട്ടിനുള്ളിൽ കാത്തിരുന്നതാരേ, കാറ്റുലച്ചു നന്മ മരം ചിതലരിച്ചു പോയോ. ഉന്മാദയാത്രകളിൽ വഴിമറന്ന ജന്മമായി, സന്തോഷവീഥികളിൽ കെട്ടഴിഞ്ഞ പട്ടമായി, ചെണ്ട് മല്ലിപ്പൂവിതളെ തഴുകി നിന്നതാരോ, നിന്നഴലിൻ വാരിധിയിൽ കൈപിടിച്ചതാരോ. തൊട്ടാൽ തുടിക്കുമോ, അഴകെ വിട്ടാൽ കുതിക്കുമോ, മണിച്ചിറക് വീശിയൻ കനവിൽ കൂട്ടിലണയുമോ.
കാത്തുവെച്ച സൗഹൃദങ്ങൾ പടികടന്നു പോയോ, വീണടിഞ്ഞ നൊമ്പരങ്ങൾ നിഴലുപോലെ എന്നോ. കാത്തുവെച്ച സൗഹൃദങ്ങൾ പടികടന്നു പോയോ, വീണടിഞ്ഞ നൊമ്പരങ്ങൾ നിഴലുപോലെ എന്നോ. മങ്ങാത്ത ഓർമ്മകളിൽ കനലരിച്ച നാളുകൾ, ഉല്ലാസവേളകളിൽ മതിമറന്നു പാടിടാം. അറ്റുപോയ ജീവിതത്തിൻ മുത്തുമാല കോർത്തിടാം. ഭാവനതൻ കൽപ്പടവിൽ കാത്തു നിൽപ്പതാരേ. തൊട്ടാൽ തുടിക്കുമോ അഴകെ, വിട്ടാൽ കുതിക്കുമോ, മണിച്ചിറക് വീശിയൻ കനവിൽ കൂട്ടിലണയുമോ. കന്നിമുകിൽ ചേല ചുറ്റി തൊട്ടുരുമ്മി നടന്നാൽ, പുളകത്തിൻ പാൽത്തിരയാൽ വീണലിഞ്ഞു പോകാം. മൊണിക്ക രാഗവീണ നീ, നിൻമിഴി പൊയ്കയിൽ നീന്തി വന്നിടാം. മൊണിക്ക രാഗവീണ നീ, നിൻമിഴി പൊയ്കയിൽ നീന്തി വന്നിടാം. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചവനെ ചെപ്പക്കുറ്റി അടിച്ച് പൊട്ടിക്കണം. ഇവനെപ്പോഴാ വന്നേ? ഭിത്തിയിലൊട്ടിച്ച പോസ്റ്റർ പോലെ കിടപ്പുണ്ടല്ലോ. ഡാ ബ്രാൻഡി ആദ്യമായിട്ട് കുടിക്കുമ്പോ സീനിയേഴ്സിന്റെ അനുവാദം വാങ്ങിക്കണം, അനുഗ്രഹം മേടിക്കണം. ഇതൊന്നും അറിയില്ലേ? ഹലോ, എന്താ ഡ്യൂഡ്, ഉറക്കാണോ? അല്ല, ഇളയരാജയായിട്ട് ചെറിയൊരു കമ്പോസിംഗിലിരിക്കുക. ഭാസ്കർ വന്നാ? ആ, വന്നിട്ടുമുണ്ട്, നന്നായിട്ട് കുടിച്ചിട്ടുമുണ്ട്. കുടിച്ചിട്ടുണ്ടെന്നോ? അവന് ഫോൺ കൊടുത്തു. ആ, മനുഷ്യനും ഫോണും ഒരുപോലെയാ. രണ്ടിന്റെ ഉള്ളിൽ വെള്ളം ചെന്നാൽ അപ്പൊ ഓഫാവും. എണീപ്പിച്ച് ഫോൺ കൊടുക്കടോ. ഡാ ബാസേ, നിന്റെ ആളടാ. ഏയ്, എന്തു പറ്റിയടാ? ഇന്നലെ മുഴുവൻ ഫോൺ ഓഫായിരുന്നല്ലോ. എവിടെ പോയതായിരുന്നു? ആ പോലീസ് സ്റ്റേഷൻ കേസ് ഭയങ്കര പ്രശ്നമായി. ടെൻഷൻ താങ്ങാനാവാതെ കുറച്ച് മദ്യപിച്ചു പോയി. ശരി ശരി, ഒരു കാര്യം പറയട്ടെ. അച്ഛൻ നമുക്കൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നിരിക്കുക. ഭാസ്കർ ഇല്ലാതെ എനിക്ക് ജീവിക്കാനേ പറ്റില്ല. നീ ആഗ്രഹിച്ചത് നടത്തി തരാൻ എനിക്ക് പറ്റില്ലടി. ഞാനൊരു അഭിമാനിയായ അച്ഛനടി. എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും. നിങ്ങളുടെ അഭിനയം കൈവച്ചാ മതി. അച്ഛന്റെ അമ്മയുടെ പെർമിഷൻ വേണ്ടി കാത്തിരിക്കല്ലേ അവള്. നിങ്ങൾ എന്താ അത് മനസ്സിലാക്കാത്തെ? നിങ്ങൾ സമ്മതിച്ചാൽ നിങ്ങളുടെ പെർമിഷനോടെ കല്യാണം, ഇല്ലെങ്കിൽ ഈ ഹോസ്റ്റലിലുള്ള ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നടത്തി കൊടുക്കും. അതെ, ഞങ്ങൾ നടത്തിയിരിക്കും. നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ കമ്പൽ ചെയ്യുന്നത് കൊണ്ട് അഭിമാനം എന്ന കമ്പൽ ഞാൻ എന്റെ കാതിൽ നിന്ന് വലിച്ചെറിയ. എന്റെ മോളെ ഭാസ്കറിന് കല്യാണം കഴിച്ചു കൊടുക്കാൻ സമ്മതിക്കുന്നു. നാളെ ബുധനാഴ്ചയാ, നല്ല ദിവസം. നാളെ നിശ്ചയം നടത്താന്നാ പറഞ്ഞിരിക്കുന്നത്. നീ റെഡി ആയിട്ട് ഉടനെ തന്നെ ഞാൻ താമസിക്കുന്ന ലേഡീസ് ഹോസ്റ്റലിലേക്ക് വാ. ഞാൻ എല്ലാ ഡീറ്റെയിൽസും നേരിട്ട് പറയാം. ലേഡീസ് ഹോസ്റ്റലാണോ? അപ്പൊ വളരെ സൗകര്യമായി. അവിടുത്തെ വാർഡൻ താറാവിന് വിഗ് വെച്ച് പോലത്തെ സാധനമാ. ഓക്കെ ആണെങ്കിൽ അപ്പൊ തന്നെ സെറ്റിൽ ചെയ്യാം. അല്ല, നീ എപ്പോ ലേഡീസ് ഹോസ്റ്റലിൽ? അതൊക്കെ പിന്നെ പറയാം. ആദ്യം നീ ലീവ് എടുക്കാൻ നോക്ക്. എന്താ ഭാസ്കർ, ഇന്ന് ഓഫീസിൽ വന്നില്ലേ? ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ആ മരങ്ങോട് ഓഫീസർ അടുത്ത് ഒരു ലീവ് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ പ്ലീസ്. അപ്പൊ നീ കാര്യമൊന്നും അറിഞ്ഞില്ലേ? എന്ത് പറ്റി? അയാള് മരിച്ചുപോടാ. മരിച്ചുപോയാ? അതെ അതെ, അയാള് രാത്രി നടക്കാൻ പോകുന്ന സ്വഭാവമുണ്ട്. പോന്ന വഴിയിൽ വെച്ച് അയാളെ ആരോ വെടിവെച്ചു വന്നു. ആണോ? ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം മരണ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നീ നേരെ അങ്ങോട്ട് പോരെ. എന്താടാ, നിന്റെ വേണ്ടപ്പെട്ടവരാരെങ്കിലും ചത്തുപോയോ? അതേടാ, ചത്തുപോയി. എന്താടാ പറയുന്നേ? ആ മരങ്ങോട് ഓഫീസർ ആരോ തട്ടിയടാ. അപ്പൊ വളരെ നന്നായി. ലീവ് എടുക്കേണ്ട ആവശ്യമേ ഇല്ലല്ലോ. എടാ, നീ എന്താടാ ആലോചിക്കുന്നേ? അയാൾ ആരെ കൊന്നോ? എടാ, നിങ്ങളുടെ ഓഫീസിൽ തന്നെ ഏതോ ഒരുത്തൻ അയാളുടെ ശത്രുതയുള്ളവൻ ആളെ വെച്ച് കൊല്ലിച്ചിട്ടുണ്ടാവും. എന്താടാ, എന്താ പറ്റിയത്? ഇന്നലെ ഹലോ ബ്രദർ, ചിലപ്പോ ആ മുട്ട കൊന്നതായിരിക്കോ? 6 പേരെ കൊല്ലുന്നതിന് ഒരു എഗ്രിമെന്റ്, അതിന് വെറും 12 രൂപ അഡ്വാൻസ്. ചുമ്മാ കള്ളിന്റെ പുറത്ത് പറഞ്ഞത് സീരിയസ് ആയിട്ട് എടുക്കുന്നു. ആ മുട്ടയൊന്നും ആയിരിക്കില്ല കൊന്നത്. നിന്റെ ഓഫീസിൽ അയാളോട് വൈരാഗ്യമുള്ള ആരെങ്കിലും ഉണ്ടാകും. 50 രൂപയ്ക്ക് മാല മേടിച്ചു വെക്കാം, ഇല്ലെങ്കിൽ റീത്ത് വാങ്ങി വെക്കാം. ഒന്ന് വാ ബ്രോ. അയാളുടെ പിന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇപ്പോഴാ ബോഡി എത്തിയത്. എടാ പാപി, ആളെ വെച്ച് കൊന്നില്ലടാ നീ. തോന്നിയതാണല്ലേ.
എടാ നീ ഇവിടെ കിടന്ന് പരിങ്ങി കളിക്കാതെ പോലീസിന് ഡൗട്ട് തോന്നും. മര്യാദയ്ക്ക് നിൽക്ക്. എടാ ആ മുട്ട വന്നിരിക്കുന്നുണ്ടാ? എവിടാ? അങ്ങോട്ട് നോക്ക്. എവിടാടാ? ദോ അവിടെ. എടാ പോലീസ് ഉണ്ടോ? നീ ആവശ്യമില്ലാത്ത ഓരോന്ന് കാണിച്ച് എന്നെ കൂടെ കുഴപ്പത്തിലാക്കല്ലേ? ഇപ്പൊ ഇവിടെ കണ്ടാണല്ലോ, അതിനുമുമ്പ് എസ്കേപ്പ് ആയ. അയ്യോ എനിക്ക് പേടിയാവുന്നടാ. അടുത്തത് ആ പലിശക്കാരനായിരിക്കൂടാ. നമുക്ക് പോയി രക്ഷിക്കാം. വാ. നീ എന്താണ് വാടാ. പലിശ കുറച്ചിട്ടെന്തെങ്കിലും ചോദിച്ചു ചോദിച്ചു. ഇവിടെ ഇരിക്കുന്ന ഓരോ പടത്തിനും 5 ലക്ഷം രൂപയാ വില. ഇതിലുള്ള ഓരോ മുത്തുകളും ഒറിജിനൽ തങ്കത്തിലാ തീർത്തിരിക്കുന്നേ. സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയാണോ? എന്നാ നിന്റെ പെണ്ണുമ്പിൾ ഇവിടെ നിൽക്കട്ടെ. സാറേ 2 ദിവസങ്ങളിൽ പലിച്ചാന്നൊക്കെ സാറേ. എന്റെ ഭാര്യ ചെയ്യല്ലേ, ഞാൻ കാല് പിടിക്കാം സാറേ. 2 ദിവസത്തിനുള്ളിൽ നീ പലിശ തന്നില്ലെങ്കിലുണ്ടല്ലോ പിന്നെ ഞാൻ കയറി മേയും. പിന്നെ ഈ പിള്ളേരും അയ്യോ ശിവ ശിവ വേണ്ട, കഷ്ടമായി പോകും. 2 ദിവസത്തിനുള്ളിൽ എങ്ങനെ ഗുണം തരാ സാറേ? കൊടുക്കുന്നല്ലേ? ആ എന്നാ പോ. അയാളെ കണ്ടിട്ട് പേടിയാവുന്നടാ. ഈ സമയത്ത് പോയി അയാൾ ചാവൂന്ന് പറയണോ? എടാ നീ ശബ്ദം വരാതെ ലിപ്പനയ്ക്കാ മതി. ഞാൻ പുറകിൽ നിന്ന് ഡബ് ചെയ്തോളാം. നമസ്കാരം. എന്താടാ കറണ്ട് ഓഫീസറെ, നീ ഒരു ഓഞ്ഞവനെ കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. എന്താ മാറ്റർ? ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാ. നിന്റെ വായ അനങ്ങുന്നില്ലല്ലോ, ശബ്ദം മാത്രം എവിടുന്നോ വരുന്നുണ്ട്. എടാ ദുഷ്ടകാലമാടാ, വാ തുറന്ന് ലിപ്പനെ കണ്ടേ. ഏതാടാ ഈ മരമാക്രി? സാറേ ഞാൻ ഇവന്റെ കൂട്ടുകാരനാ. ഐ ആം ഡ്യൂഡ്. ഡ്യൂഡ് കീടൊന്നും വേണ്ട, മാറ്റർ ഷോർട്ടായിട്ട് പറ. ഇന്ന് നിങ്ങൾ തട്ടിപ്പോവും, അത്രേ ഉള്ളൂ. എന്താ പറഞ്ഞേ? തട്ടിപ്പോകുന്നോ? ആരാടാ പറഞ്ഞേ? ഇപ്പൊ ഞാനല്ലേ പറഞ്ഞത്, കേട്ടില്ലായിരുന്നോ? ഏയ് എന്താടാ കോമഡി പറയുന്നോ? സീരിയസ് ആയിട്ട് പറഞ്ഞതാ. എന്താടാ സീരിയസ് ആയിട്ട് കോമഡി പറയുന്നോ? അയ്യോ ഞാൻ കോമഡി തന്നെ സീരിയസ് ആയിട്ടാ പറയുന്നത്. ഇന്നലെ വല്ലാതെ ടെൻഷൻ ആയതുകൊണ്ട് ഒരാൾ പോയി ചേർന്ന് വെള്ളം ഒഴിച്ചു. എന്നെ ദ്രോഹിച്ചവന്മാരെല്ലാം തട്ടിക്കളയാൻ പറഞ്ഞു. പ്രൊഫഷണൽ കില്ലർ. എന്നെ പ്രൊഫഷണൽ കില്ലറെ വെച്ച് തട്ടിക്കളയാനും മാത്രം നീ വലിയ ആളായോടാ. ഞാനെന്തോ ബോധമല്ലാത്ത സമയത്ത് അവനോട് പറഞ്ഞതാ. എന്നാ അവനത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഇന്നലെ എന്റെ ഓഫീസർ തട്ടിക്കളഞ്ഞു. അടുത്ത ലിസ്റ്റില് നിങ്ങളുടെ പേരാണുള്ളത്. അതാണ് നിങ്ങൾ കുറച്ച് സൂക്ഷിക്കണമെന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. എന്നെ കൊല്ലാൻ പോണെന്നോ? ജനിച്ചപ്പോഴേ പിസ്റ്റലോട് കൂടി ജനിച്ചവനാ ഞാൻ. പൊട്ടിച്ചോളൂ ഞാൻ. ചുറ്റിലും ഇത്രയും പേര്, ഇടുപ്പില് പിസ്റ്റല്. തട്ടിക്കളയൊന്നോ? നമുക്ക് കാണാവടാ. എന്താടാ ഇത്? ശരി, നിങ്ങളെ ഞങ്ങൾക്ക് അറിയിക്കണമെന്ന് തോന്നി, അത് ചെയ്തു. സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. പോട്ടെ. എവിടെ പോവാ? വീട്ടില്. വീട്ടിലോ? അവരെന്നെ തട്ടിക്കളയോ ഇല്ലോ എന്നുള്ളത് നിനക്ക് കാണണ്ടടാ. 12 മണി വരെ എന്റെ കൂടെ തന്നെ കാണണം. ഈ 12 മണിക്കുള്ളിൽ എന്നെ ആരെങ്കിലും തട്ടിക്കളഞ്ഞാൽ ചേട്ടാ. ഓ എന്താ ചേട്ടാ ചേട്ടാ? തട്ടിക്കളഞ്ഞാൽ അടുത്ത നിമിഷം ഉമ്മാർ രണ്ടുപേരും തട്ടിയേക്കണം. അപ്പൊ ഇന്ന് 3 എലിമിനേഷൻ കൺഫേം. എന്താ? ആത്മകഥം. അനേ കറണ്ട് ഓഫീസറെ, എന്താ? ആ കടയിൽ പോയിട്ട് അണ്ണൻ പറഞ്ഞെന്ന് പറ. 3000 രൂപ പലിശപ്പണം തരും, പോയി വാങ്ങിട്ട് വാ. അശനെ, ഞാൻ പോയ എങ്ങനെ? നിങ്ങളുടെ ആൾക്കാരെ അയച്ചൂടെ? പറയുന്ന കേക്ക്. 12 മണി വരെ കൂടെ നിന്നിട്ട് പറയുന്ന ജോലിയൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യണം. ചെയ്തില്ലേ? ചെല്ല്. എന്നാട്ടാ കറക്റ്റ് അല്ലേ? കേറ്. മുറുക്കാങ്കട എത്തി. ഇറങ്ങടാ, ഇറങ്ങ്. ഇങ്ങോട്ട് വാടാ. മര്യാദയ്ക്ക് കുടിക്കാൻ പാടില്ലേ? എന്താ ചേട്ടാ ഇത്? അത് പാടാ. ഞാൻ ചാവെന്ന് പറഞ്ഞല്ലേ, നിങ്ങളും കൂടെ കൂടിക്കോ. പാടാ. ഇനി എവിടെയൊക്കെ പോണ്ടി വരുവോ? അടിപൊളി. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ തറവാട്ടിൽ തന്നെ വന്ന് എത്തി. ചേട്ടാ ആർക്കൊക്കെ എന്തൊക്കെ വേണം ഓർഡർ? ഓക്കെ. എനിക്ക് 2 ബിയർ. ഫുള്ളും കൂടെ വാങ്ങിച്ചു. പോയി വാങ്ങണ്ടേ നീ തന്നെയാ? അല്ലടാ. എടാ ഞാൻ പലചരക്ക് കടയിൽ പോയി പാല് പോലും വാങ്ങിക്കാത്തവനാടാ. എന്നിട്ട് എന്നെ കൊണ്ടാണല്ലോടാ ഈ പണിയൊക്കെ എടുപ്പിക്കുന്നത്. എന്നാ ശരി, നമുക്കങ്ങ് പോയാലോ? അല്ലടാ, എന്താടാ ഇത്? അത് സാധനം. ഇത്രയും കൂടിയൊന്നും പിള്ളേർ അടിക്കത്തില്ലല്ലോടാ. അയ്യോ അത് പിള്ളേർക്കുള്ളതല്ലേ, ഇതെന്റെ ഫേവറേറ്റാ. ലോക്കൽ സാധനമൊന്നും ഞാൻ അടിക്കത്തില്ല, അറിയില്ല. ഇങ്ങോട്ട് താടാ. രണ്ടുപേരും
അല്ല ആശാൻ എന്തിനാ പെണ്ണിനെ വിളിച്ചോണ്ട് അകത്തോട്ട് പോയത്? നിനക്ക് മനസ്സിലായില്ലേ? അല്ല നിങ്ങളുടെ വായി തന്നെ കേൾക്കുമ്പോ എനിക്കൊരു സുഖം, അതോർത്തങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഓ ചക്കരേ ഇന്നല്ല ഞാൻ തട്ടിപ്പോന്ന് പറഞ്ഞ് പലിശക്കാരൻ മേടിച്ച കുട്ടിമുത്തം കണ്ടോ? പോയവൾക്ക് കാശ് കൊടുത്തിട്ടോ. എന്താട്ടെ എന്റെ അടുത്ത് ഇങ്ങനെ കാശല്ലേ കൊടുക്കാൻ പറഞ്ഞത്? ചെന്ന് കൊടുക്ക് ബാസ്, പോ ചെല്ല്. ആ ചേട്ടൻ തരാൻ പറഞ്ഞു. എന്താ ഇത്? 6000 രൂപ കറണ്ട് ബില്ലിന് 2000 രൂപ കൊടുത്താ എങ്ങനെ? മാസം തോറും കറക്റ്റ് അടച്ചില്ലേ ഫീസ് ഊരി കളയും. എന്താ ഈ പറയുന്നേ? കാശ് കൊടുത്തു വിട്ടിട്ട് നീ എന്തൊക്കെ പിച്ചു പെയ്യ പറയുന്നത്? എന്റെ സ്വഭാവം അറിയില്ല, കണക്ഷൻ കട്ട് ചെയ്തോളാം ഞാൻ. എന്തോന്ന് കണക്ഷൻ കട്ട് ചെയ്യുന്നോ? അതെ, കണക്ഷൻ കട്ട് ചെയ്യുന്നു. ഇവൻ ഏത് കണക്ഷനെ കട്ട് ചെയ്യുന്നു പറയുന്നേ? എടാ അവൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ? അയ്യോ ആ നിൽക്കുന്ന ആളെ കണ്ടോ? അയാളുടെ മോളെയാണ് അവൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. നാളെ അവരുടെ നിശ്ചയം. അതിന് തടസ്സമൊന്നും വരാതിരിക്കാൻ വേണ്ടി അവൻ അവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കാം. ഒന്ന് വേഗം ചെന്ന് രക്ഷപ്പെടുത്താൻ. ശരിയാക്കാം. എന്താ ചേട്ടാ ഇത്? ആരാ ഇവൻ? എന്താണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്? പ്രശ്നമൊന്നുമില്ല സാർ, കറണ്ട് ബില്ല് ചോദിച്ചപ്പോ വെറുതെ ബഹളം ഉണ്ടാക്കാണ് ഇവർ. ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. KSEB മാറ്റർ ആണല്ലേ? എത്രയാണ്? 6000 രൂപ സാർ. വാ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. വാ. ഓക്കെ അമ്മ ഇപ്പം പോയില്ലേ? ഇനി പോയി കാശ് കൊടുക്ക. ചേട്ടാ വീണ്ടും ഞാൻ തന്നെ എന്താ ചേട്ടാ. എക്സ്ക്യൂസ് മീ, ഈ പൈസ ഞാനും കൊടുത്താൽ മതിയോ? ശരി, നീ കൊണ്ട് Thank you. കൊടുക്കല്ലേ. രാവിലെ തൊട്ട് നിങ്ങൾ എന്റെ കൂടെ ഉണ്ട്. ആ നായ അടിച്ച് ഓടിക്കടാ. ചേട്ടൻ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലേ, ചുമ്മാ അവിടെ കിടന്ന് കുറയ്ക്കാതെ. അവിടെ കുറെ നിർത്തി. ചേട്ടൻ തുടങ്ങിക്കോ. എന്താ പറഞ്ഞ? അല്ല പട്ടി നിർത്തി. അല്ല കറണ്ട് ഓഫീസറെ, ചേട്ടാ ആ കില്ലറില്ലേ ഇത്രയും പേര് നിൽക്കുന്നതിനിടയ്ക്ക് വന്ന് എന്നെ തട്ടിക്കളയുവോ? അണ്ണാ അവനെന്തോ പ്രാന്ത് പറയുന്ന, അണ്ണന് വേറെ പണിയില്ല. അണ്ണൻ പെട്ടകളാ. അങ്ങനെയല്ല ചേട്ടാ, അവൻ നിങ്ങളെ തട്ടിയെന്ന് വെച്ചോ, ഞാൻ പറഞ്ഞ ലിസ്റ്റ് പ്രകാരമാണ് അവൻ ഫോളോ ചെയ്തെന്ന് റീകൺഫേം ചെയ്യാനും പറ്റും. ചേട്ടാ ഹോട്ടലിൽ വന്നെന്ന് തോന്നുന്നു. നിങ്ങളുടെ ആൾക്കാരോട് റെഡി ആവാൻ പറ. റെഡി 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 ബോയ്സ് റെഡി, എല്ലാവരും റെഡി ആയിക്കോ, പെട്ടെന്നാവട്ടെ. അയ്യോ ചേട്ടൻ ഓട്ടോയിലാണ് ആംബുലൻസ് വന്നത്. വെയിറ്റ് ചെയ്യണ്ട, പൊക്കോ. ചേട്ടാ ചേട്ടാ ദോ വരുന്നു. പേടിപ്പിക്കാതെ ബിരിയാണി വന്നതാ. ബിരിയാണി ബിരിയാണി. അയ്യോ ആരും കഴിക്കരുത്. അതല്ല, ഒരുപക്ഷെ ആ ബിരിയാണി കടക്കാരനെ ആ കില്ലർ വശത്താക്കി ബിരിയാണിയിൽ വിഷം കലർത്തിയാലോ? അതേട്ടാ, അവൻ ആള് പുലിയാണ്. ചേട്ടാ ഒരു ഐഡിയ, നിങ്ങൾ വളർത്തുന്ന പട്ടിക്ക് ഈ ബിരിയാണി ആദ്യം കൊടുത്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? കറക്റ്റ്. അപ്പൊ നിങ്ങൾ കഴിക്കേ. ഞാൻ കഴിക്കണോ? കഴിക്കടാ വേഗം. എന്ത് പറ്റിയടാ? നന്നായിട്ടുണ്ട്. ഒരു പ്ലേറ്റും കൂടെ കിട്ടുമോ? നിന്റെ മോന്ത അടിച്ച് പൊളിക്കും ഞാൻ. എന്താണ് നോക്കിയിരിക്കുന്നത്? എളുപ്പം കഴിക്കേ. ഇനി 10 മിനിറ്റും കൂടെ ഉള്ളൂ. ലാസ്റ്റ് പെഗ്ഗാ ഒഴിക്കുന്നത്. പാവം പുള്ളിക്ക് ഇപ്പോഴാ മനസ്സിലായത് പുള്ളിയുടെ ലാസ്റ്റ് പെഗ്ഗാണെന്ന്. എടാ ഇനി വന്നിട്ട് അവന്മാരെന്നെ എന്നെ കോപ്പി ചെയ്യണടാ. എന്നെ കോപ്പി. ഞാൻ വീട്ടിലോട്ട് പോകട്ടോ. ശരിയാണ്. വീട്ടിലേക്കാ? വാടാ കൂടെ. ചേട്ടാ ഞങ്ങൾ എന്തിനാ വീട്ടിലോട്ട്? എടാ ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് പോടാ. ഞാൻ പോകുന്നവരെങ്കിലും കൂടെ വേണ്ടടാ. ഇയാളെന്താ ഈ പിച്ചുമേ മറന്നേ? ഒന്ന് നടക്കടാ. ഈ 2 വേസ്റ്റുകളെ കണ്ടിട്ട് ഇന്ന് ദിവസം പോയി കിട്ടി. നാളെ രാവിലെ റെഡി ആയിട്ടിരിക്കണം. ഒരുപാട് പലിശ കിട്ടാനുള്ളതൊക്കെ പോയി. നാളെ കാണാം. ഓക്കെ, ഗുഡ് ബൈ. ചേട്ടാ വഴി ഇത് ഇങ്ങോട്ടാ. എവിടെടാ കൊലയാളി? അമ്മമ്മയുടെ ഹലോ ഹലോ, ഷൂട്ട് ചെയ്ത് പോകുന്നുണ്ടോ? ഷൂട്ട് ചെയ്ത് പോകുന്നുണ്ടോ? കുഴപ്പമില്ല, വേഗം വാ. രാഘവ, ഈ ഫയലും കൊണ്ട് എടുത്ത് വെച്ച് പിന്നെ നോക്കാം. നമസ്കാരം സാർ. അല്ല നീയോ ഈ രാത്രി നേരത്തെ എന്തിനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല ഇവനാരാ? സാർ ഐ ആം ഡ്യൂഡ്. ഇവന്റെ ഫ്രണ്ടാ. സാറിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? സാർ ഇവിടെ പണം പലിശക്ക് കൊടുക്കുന്ന മഹാദേവനെ ആരും തട്ടിക്കളഞ്ഞു സാർ. എന്താ പറഞ്ഞേ? മർഡറോ? ആ രാജപുരം റോഡിലെ എൻഡിൽ 12 മണിക്ക് സാർ. ആരുടെ അയാളെ കൊന്നത്? സാറേ ഇവൻ അയാളെ ശരിക്കറിയാം. നിനക്കതെങ്ങനെ അറിയാം? കൊല്ലാൻ പറഞ്ഞു തന്നെ ഇവനാ സാറേ.
എന്തൊക്കെയാടേ പറയുന്നേ? അതെ സാർ, ഞാനാണ് കൊല്ലാൻ പറഞ്ഞത് സാർ. കൊല ചെയ്യാനും പറഞ്ഞിട്ട് അത് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് ചെയ്യുന്നു അല്ലേ? എന്നെ കണ്ടിട്ട് കിറുക്കനായിട്ട് തോന്നുന്നുണ്ടോ? അതെങ്ങനെയാണ് സാറേ ഞാൻ എന്റെ വാഗുകൊണ്ട് തന്നെ പറയുന്നത്? അന്ന് നൈറ്റ് ഫുള്ള് എന്നെ ലോക്കപ്പിലിട്ടിട്ട് രാവിലെ വെറുപ്പിച്ച് പറഞ്ഞു വിട്ടില്ലേ? ആ അതെ. ആ വിഷമത്തില് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഞാൻ ബീച്ചിൽ പോയി, അറിയാമോ? ചൊവ്വാഴ്ച ആ പലിശക്കാരനെ അയാൾ പറഞ്ഞ പോലെ ചെയ്തു സാർ. എടോ ഷൺമുഖം, 2 കോൺസ്റ്റബിൾ എന്റെ കൂടെ അയക്ക്. എടോ ഹെഡേ, ഇവന്മാരെ സൂക്ഷിച്ചോണം. ഞാൻ സ്പോട്ടിൽ പോയിട്ട് വരുന്നവരെ ഇവന്മാരെ നോക്കണം. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു സാർ? അറിഞ്ഞിട്ട് എന്ത് വേണോടാ? ആ ലിസ്റ്റില് അടുത്ത സാറിന്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. അയാൾ ഉറപ്പായിട്ടും സാറിനെ തട്ടിക്കളെ. എന്താ കളിക്കുവാണോടാ? എന്തിനാടാ ബുധനാഴ്ച എന്റെ പേര് പറഞ്ഞു കൊടുത്ത്? സാർ അവനാണ് സെലക്ട് ചെയ്തത്. അയ്യോ, ഇൻസ്പെക്ടറാണോ തൊട്ടത് ആശാനെ? ഇനിയിപ്പോ എന്തോ ചെയ്യും? സാർ പലിശക്കാരന്റെ അടുത്ത് എത്ര തവണ പറഞ്ഞു നോക്കിയതാ, എന്നിട്ടും അയാളെ രക്ഷിക്കാൻ പറ്റിയില്ല. അറ്റ്ലീസ്റ്റ് സാറെങ്കിലും ഒന്ന് സൂക്ഷിച്ചു നിന്നാ സാറിന് കൊള്ളാം. നീ എന്താ പറഞ്ഞു പേടിപ്പിക്കണോ? ഏതെങ്കിലും ഒരുത്തം വന്ന് എന്റെ തട്ടിക്കളയൊന്നോ? അത് നടക്കുമ്പോ നമുക്ക് നോക്കാം. എടോ ഹെഡേ, ഇവന്മാരെ രണ്ടുപേരും ഭദ്രമായിട്ട് നോക്കിക്കോണം. ഞാൻ ആ സ്പോട്ട് വരെ പോയിട്ട് വരാം. മുട്ടുകാരിയും പൊളിക്കാൻ. എടോ ഹെഡേ, ഇവന്മാരെ എങ്ങും വിട്ടേക്കരുത്. കോൺസ്റ്റബിൾസ്, come on. സാറേ പറയുന്നത് കേക്ക് സാറേ. പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. സ്പോട്ടിൽ പോണം എന്ന് പറഞ്ഞിട്ട് അവസാനം സ്പോട്ടിൽ വെച്ച് തന്നെ സാറിന്റെ പണി തീരാൻ സാധ്യതയുണ്ട്. പറഞ്ഞത് പോയാ തിരിച്ചു വരില്ലെന്ന്. ഒരു പോറലും ഏൽക്കാതെ വന്നേക്കല്ലേ. നമസ്കാരം സാർ. ഓ, നിങ്ങളുടെ ആള് പ്രൊഫഷണൽ കില്ലറാണല്ലോടാ. കറക്റ്റ് ആയിട്ട് തലയുടെ പുറകിൽ തന്നെ വെടിവെച്ച് കളഞ്ഞല്ലോടാ. കില്ലാടി കില്ലറാണല്ലോടാ അവൻ. ഇന്നപ്പോ എന്റെ തലയ്ക്ക് പുറകിലാണോ വെടിവെക്കാൻ പോകുന്നത്? അയ്യോ കഷ്ടം. എന്താ മോളെ ഇത്ര നേരമായിട്ടും ഭാസ്കറിനെ കാണുന്നില്ലല്ലോ? അവൻ വന്നോളും, നിങ്ങൾ വരുന്ന ആൾക്കാരെ സ്വീകരിക്കേ. ഇങ്ങോട്ട് വാ. സാർ, അല്ല ആ പ്രൊഫഷണൽ കില്ലറിന്റെ പേരെന്താടാ? പേര് കണ്ടുപിടിക്കുന്നു. പേര് ചോദിച്ചില്ല സാറേ. ആഹാ, എടാ അത്രയും നേരം നീ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. 6 പേരെ കൊല്ലാൻ എഗ്രിമെന്റ് വിട്ടു. 12 രൂപ അഡ്വാൻസ് വരെ കൊടുത്തു. എന്നിട്ട് അവന്റെ പേരോ ഫോൺ നമ്പറോ വാങ്ങിയില്ല. പറ്റിയില്ല സാർ. നിനക്ക് എന്റെ അടുത്ത് ദേഷ്യം ഉണ്ടെങ്കിൽ പ്രൊഫഷണൽ കില്ലറെ വെച്ച് നീ എന്നെ തട്ടുവല്ലേടാ? സോറി സാർ, ഞാൻ അറിയാതെ എങ്ങനെ പറഞ്ഞു പോയതാണ്. അതവനെ സീരിയസ് എടുത്തിട്ട് സീരിയൽ കൊല ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സാർ. സാർ ദയവേത് സാർ സൂക്ഷിക്കണേ പ്ലീസ്. ഫോണ് എന്താടാ എവിടെ ഇപ്പൊ ഉള്ളത്? എന്റെ അച്ഛനും അമ്മയും ഫ്രണ്ട്സ് ഒക്കെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. എന്താ അവിടെ എല്ലാരും വെയിറ്റ് ചെയ്യാൻ. ഞാൻ സംസാരിക്കാം. ഹലോ, ഞാൻ ഡ്യൂഡാ സംസാരിക്കുന്നേ. നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ? ഡോൺ പറയുന്നേ, കറക്റ്റ് 6 മണിക്ക് അങ്ങനെ ഹാജരായിക്കോളാം. എന്താ കോടതിയിൽ ഹാജരാവെന്ന് പറയുന്ന പോലെ? പോണ പോക്ക് കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നേ. ഡോൺ വരി വെക്ക്. ആരായിരുന്നു ഫോണില്? ഇവന്റെ പെണ്ണാണ് സാറേ. ഇവന്റെ ആ പെണ്ണിന്റെ നിശ്ചയമായിരുന്നു. അവിടെ പോയി നിൽക്കേണ്ട ഇവൻ സാറിനെ ഉഷാറാക്കാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്കുക. ഓ, നിനക്ക് കല്യാണ നിശ്ചയം, എനിക്കാണെങ്കിൽ മരണാനന്തര കർമ്മം. നന്നായിട്ടുണ്ടോ നിങ്ങൾ തിരക്കഥ സംഭാഷണവും? അവിടെ എല്ലാരും വെയിറ്റ് ചെയ്യാണ് സാർ. ഞാൻ പോയില്ലെങ്കിൽ കുഴപ്പമില്ല. അല്ല നീയല്ലേ ഞാൻ മോശക്കാരനാണെന്ന് പറഞ്ഞിട്ട് എന്നെ തട്ടാൻ വേണ്ടി പ്രൊഫഷണൽ കില്ലർ റെഡിയാക്കിയിരിക്കുന്നത്. മോശക്കാരൻ എങ്ങനെ നിങ്ങളെ വിടുന്നേ? സാർ എങ്ങനെയായാലും നിങ്ങൾ പോവാൻ പോകാം. നിങ്ങൾ എവിടെ പോകുന്ന കാര്യം പറയുന്നത്? മണി 5 എങ്ങനെയായാലും നിങ്ങൾ വീട്ടിൽ പോകാൻ പോകുന്നത്. അതിനുമ്പോ ഒരു നല്ല കാര്യം ചെയ്തിട്ട് പോകൂ. പാവം കല്യാണം നിശ്ചയം, അവരൊന്ന് പോയിട്ട് വരട്ടെ. ഇപ്പൊ തന്നെ ഇവൻ പറഞ്ഞിട്ട് 2 കൊലപാതകം നടന്നു കഴിഞ്ഞു. അടുത്തതാ കില്ലർ എന്നെയാ തട്ടുന്നതെന്നാ ഉമ്മാര് പറയുന്നേ. എങ്ങനെ പിന്നെ ഉമ്മാരെ വെളിവിടുന്നേ? അയ്യോ. ആ ഹെഡ് ഒരു കാര്യം ചെയ്യ, ഇവരെ രണ്ടുപേരും ഭദ്രമായിട്ട് കൂട്ടിക്കൊണ്ടുപോയി നിശ്ചയത്തിൽ പങ്കെടുപ്പിച്ചിട്ട് ഇതേപോലെ തന്നെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവന്നേക്കണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തം. അതെ, നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വന്ന് രാത്രി 12 മണി വരെ എന്റെ കൂടെ ഉണ്ടായിരിക്കണം. ആ കൊലയാളി എങ്ങനെ വരുമെന്ന് നമുക്കൊന്ന് നോക്കാം. സാർ എന്റെ ഫോൺ നമ്പർ നോട്ട് ചെയ്തോളൂ. നിന്റെ ഫോൺ നമ്പർ എനിക്കെന്തിനാ? സാർ അപ്പൊ മെസ്സേജ് അയച്ചാൽ സാർ ജീവനോടുണ്ടെന്ന് മനസ്സിലാവുമല്ലോ. ഒരെണ്ണം അങ്ങോട്ട് ഇട്ടു തന്നോണ്ടല്ലോ തലമുട എതിരി പൊങ്ങട്ടാ. നിശ്ചയം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമെന്ന് മക അച്ഛനോട് ശപഥം ചെയ്തേക്കാം. അതുകൊണ്ടാണ് നിശ്ചയം ഇവിടെ തന്നെ നടത്താൻ തീരുമാനിച്ചത്. സാധാരണയായി ലേഡീസ് ഹോസ്റ്റലിൽ ഇരുന്ന ഒരു പെണ്ണിനെ വെളിയിലോട്ട് കടത്തിക്കൊണ്ട് പോയ കല്യാണം നടത്തുന്നത്. നീ ആണെങ്കിൽ വെളിയിലുള്ള പെണ്ണിനെ ലേഡീസ് ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് നിശ്ചയം നടത്തുന്നു. അതെ, ആ വാർഡൻ എന്താ സെക്സ്? എന്താ സാർ ഡബിൾ മീനിങ് സംസാരിക്കുന്നത്? ആരാടാ ഡബിൾ മീനിങ് സംസാരിക്കുന്നത്? അവരുടെ സെക്സ് എന്നാ ആണോ പെണ്ണോ എന്ന് ചോദിച്ചു. അത് തെറ്റാണോ? ആണുങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ഇങ്ങനെ എന്താ ഇത് കയ്യെന്തിനെ ഇങ്ങനെ പൊളന്നു പിടിക്കുന്നേ? ചുമ്മാ ഒരു ദിവസം നിന്നെ ഉണ്ടല്ലേ അടിച്ച് ചമ്മന്തി പരുവാക്കി. ദോശക്കാണോ ഇഡ്ഡലിക്കാണോ? പോലീസിനെ കൂട്ടി വന്നിരിക്കുന്നത്. പെണ്ണ് റെഡിയായി കഴിഞ്ഞു. ആഭരണമൊക്കെ അണിയിച്ചു കൊടുക്ക്. സമയായി, വേഗം ചെല്ലേ. മോനെ അമ്മായി പോയി ഡ്രസ് മാറിയിട്ട് വാ, മുഹൂർത്തത്തിന് സമയമായി. കൊച്ചി തൃപ്പൂണിത്തുറ ദേശത്ത് സ്വാമിനാഥൻ മുത്തറാണി ദമ്പതികളുടെ മകളായ മഹാലക്ഷ്മിയും
അതേ ദേശത്തുള്ള രാമനാഥൻ സരസ്വതി ദമ്പതികളുടെ എന്താ മകനായ നേരിട്ട് പറയാന്ന് പറഞ്ഞത്? അന്ന് രാത്രി ഞാൻ നിശ്ചയം കഴിയുന്നത് വരെ ആരോടും ഒന്നും പറയാൻ നിക്കണ്ട. ഇനി തട്ടം കൊടുത്തോളൂ. ഹലോ, യവനാടാ അത്? ഏവനെന്നോ? ആ, സാർ നിങ്ങളാണോ? അവിടെ എന്താ ചെയ്തോണ്ടിരിക്കുക? പോയിട്ട് 2 മണിക്കൂർ ആയല്ലോ. നിശ്ചയം ഇപ്പൊ തന്നെ കഴിയും. അവനെ തൂക്കിക്കൊണ്ട് വരാം. ഒന്ന് പെട്ടെന്ന് വരാൻ നോക്കടോ. ആ ഡാ, സാറ് ഫോൺ ചെയ്ത് പെട്ടെന്ന് വാ. എന്താ ഒരു 10 നിമിഷം സാർ. 10 നിമിഷം ഒന്ന് ഡീസന്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടാടേ. എഴുന്നേക്ക്, അതൊന്നും പറ്റൂല. വൈശാഖ സന്ധ്യ നിൻ മുന്നിൽ അതര തരര തര തൊരര തൊരര പരരക. ഓ, എന്തോന്നാ ഇത്? SIക്ക് പേടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെ മനസ്സിലായി? പാട്ട് കൈവിട്ട് പോകുന്നുണ്ടാ? സാറേ, നൈറ്റ് റൗണ്ട്സിന് പോണം. ബാർ കളക്ഷൻ ഒക്കെ എടുക്കാനുണ്ട്. വയറിന് തീരെ സുഖമില്ല, അതുകൊണ്ട് റൗണ്ട്സിന് ഇന്ന് പോകുന്നില്ല. അല്ലടേ സാർ, ആ പലിശക്കാരനെ തട്ടിയ പോലെയും ആ KCB-കാരനെ തട്ടിയ പോലെ എന്നെ തട്ടി കളോടെ. എന്താ സാർ പേടിയുണ്ടോ? ഏയ്, നീ ആരോടാണ് ഈ ചോദ്യം ചോദിച്ചേ? ചുമ്മാ ഒരു സേഫ്റ്റിക്ക് ചോദിച്ചു എന്നേ ഉള്ളൂ. സാറേ, നിങ്ങൾ തന്നെ വലിയ പോലീസ് ഓഫീസറാ, നിങ്ങൾക്കില്ലാത്ത എന്ത് സേഫ്റ്റിയാ? വെറുതെ എന്തിനാ ഞങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്നത്? മനോഹരമായ ചോദ്യം. എന്തിനാണെന്നറിയോ? തട്ടിക്കളയുന്നല്ലേ. നിങ്ങൾ ഇവിടെ ഇരുന്ന് എന്താ നടക്കുന്നെന്ന് കാണടേ. സദാശിവൻ സാർ, ചെറുതായിട്ടൊരു വിശപ്പ് പോലെ. ശരി സാർ. എല്ലാവർക്കും ബിരിയാണി പറയട്ടെ? പറഞ്ഞു സാർ. സാർ, ഇന്നലെ ആ പലിശക്കാരനും അവസാനമായിട്ട് ബിരിയാണിയാണ് കഴിച്ചത്. എല്ലാവർക്കും പൊറോട്ടയും ബീഫും പറഞ്ഞാൽ മതി. എന്താണ് സാർ, അവസാനത്തെ ആഗ്രഹമല്ലേ? ബിരിയാണി മേടിച്ച് കഴിച്ചിട്ട് പൊക്കോളൂ സാർ. അവസാനത്തേതോ? ബിരിയാണി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇയാളെന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും? ഇവന്മാരെയൊക്കെ ഞാനുണ്ടല്ലോ സാർ, എന്നെ അറിയാത്തോണ്ടാ. ഏതെങ്കിലും ഒരു മൂലയിൽ പോയി ഇരിക്കും സാർ. എന്തിനാടാ? വാതിലിന്റെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന അവന് ഭയങ്കര എളുപ്പമായിരിക്കും. കറക്റ്റ് ആയിട്ട് അവൻ വെടിവെച്ചിടും. അതിനുള്ള വഴിയൊക്കെ എന്റെ കയ്യിലുണ്ട്. അവന്റെ അഭ്യാസം ഒന്നും എന്റെ അടുത്ത് നടക്കില്ല മോനെ. എന്റെ ബുദ്ധി നീ കണ്ടോടാ. ഇവിടെ കോൺസ്റ്റബിളെ ആ ലോക്ക് എടുത്തുകൊണ്ട് വാ. പൂട്ടറോ. പൂട്ടിയിട്ട് ഈ ചാവി ആ ഭാസ്കർ എന്ന് പറഞ്ഞ റാസ്കലില്ലേ അവന്റെ പോക്കറ്റിൽ കൊണ്ടുപോയിട്. വാതുക്കൽ 2 പോലീസ്, അകത്തൊരു SI, പിന്നൊരു ഹെഡ്, 2 കോൺസ്റ്റബിൾസ്, നീ ഒരുത്തൻ, ദേ അവന്റെ കയ്യിൽ ചാവി. ഇതെല്ലാം മറികടന്ന് ഒരുത്തൻ എന്നെ വന്ന് കൊല്ലാൻ പറ്റുമോ? സൊല്ലും കണ്ണേ, സൊല്ലുങ്ക. ഇതെങ്ങനുണ്ട്? ഇയാളെന്ത് മണ്ടത്തരമായി കാണിക്കുന്നേ? അവൻ വന്നാലും രക്ഷപ്പെടാൻ പറ്റാത്ത പോലെ ഇയാളെ ലോക്കപ്പിനെ തീരെ കിടക്കുന്നാണ്ടില്ലേ? സാർ, ഒന്ന് ഒതുങ്ങി സൈഡിലോട്ട് കിടക്കും സാർ. എന്തിനാടാ? ലോക്കപ്പ് വാതിലിന്റെ നേരെ തന്നെയാ. ഇരുട്ടത്ത് മറിഞ്ഞിരുന്ന് വെടിവെക്കാൻ വേന്ദ്രനാണ് അവൻ. കുറച്ച് സൈഡിലോട്ട് ഒതുങ്ങി കിടക്ക്. ഇപ്പൊ നോക്കടാ. ഇതൊക്കെയാണോ? കുറച്ചുകൂടെ. ഇപ്പോഴോ? ഡിക്കി മാത്രമേ പോയിട്ടുള്ളൂ, മൊത്തത്തിൽ അകത്തോട്ട് പോട്ടെ. ഓ, ഡിക്ക് മാത്രമേ പോയുള്ളൂ. ഇതൊക്കെയാണോ? ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. അതാണ്. സബാഷ്. സമയം എത്ര ആയോ? ക്ലോക്ക് ആണെങ്കിൽ ടിക്ക് ടിക്ക് നടിക്കുന്നു, ചങ്കാണെങ്കിൽ പ്ലക്ക് പ്ലക്ക്. അയ്യോ, ഇപ്പൊ എങ്ങാനും വരുവോ? വിവരം കിട്ടോനെ. ഈ ശബ്ദം കേട്ട ഞാനിപ്പോ തട്ടിപ്പോവല്ലോടേ. ഇത്രയും വലിയ സ്റ്റേഷനിൽ നിനക്ക് നിൽക്കാൻ വേറെ ഇടം ഇല്ലാടേ. പോയി ലോക്കപ്പിൽ അയാളോട് ചേർന്ന് നടക്ക്. നിന്നെ കൂടി ചേർത്ത് തട്ടിക്കോളും. ക്ലോക്ക് ഓടുന്നുണ്ടോ? അയ്യോ, മണി 12 ആവുന്നു. ഷോ, ലോക്കപ്പിൽ കിടക്കുന്നവനെ സമ്മതിക്കണം. ആ, 12 ആവുന്നു. ഇനി 10 സെക്കൻഡേ ഉള്ളൂ. ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വരാം. പേടിയാവുന്നറാ. സമയായി. ഇവിടെ തന്നെ ഇരി. നെഞ്ചു പടപടാന്നും പറഞ്ഞിരിക്കുന്നു. ഞാൻ പോയിട്ട് വരാം. അയാൾ തട്ടിപ്പോകുന്നതിന് മുമ്പ് എന്റെ കാറ്റ് പോകുന്ന എന്റെ പേടി. അയ്യോ, അയ്യോ, വെടിവെച്ചേ. അയ്യോ, വെടിവെച്ച് ഓടി പോയി. അയ്യോ. നമസ്കാരം.
നമസ്കാരം. കേരളത്തിൽ കഴിഞ്ഞ 3 ദിവസങ്ങളായി തുടർ കൊലപാതകങ്ങൾ നടന്നു വരികയാണ്. KSEB എഞ്ചിനീയറായ രാമമൂർത്തി രാത്രി വാക്കിങ്ങിന് പോകുന്നതിനിടെ വെടിയേറ്റ് മരിച്ചു. ചൊവ്വാഴ്ച രാത്രി പലിശക്കാരൻ മഹാദേവൻ വെടിയേറ്റ് മരിച്ചു. ഇന്നലെ രാത്രി ചന്ദ്രൂർ സ്റ്റേഷനിൽ വെച്ച് CI സ്റ്റീഫൻ ദേവസ്യ വെടിയേറ്റ് മരിച്ചു. ഈ കൊലപാതകങ്ങൾക്കെല്ലാം കാരണം താനാണെന്നും ഇതിനുവേണ്ടി മൊട്ടയടിച്ച ഒരു ഗുണ്ടയെ ഏർപ്പാട് ചെയ്തെന്നും ഇവനാണ് കൊല നടത്തിയതെന്നും ഭാസ്കർ പോലീസിന് മൊഴി നൽകി. ഇവിടെ വെയിറ്റ് ചെയ്യ്. മാഡം കൊല ചെയ്തത് അവൻ. ഞങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? നിങ്ങളെ ഒരു സ്പെഷ്യൽ ഓഫീസറിനെ കാണണം. സ്പെഷ്യൽ ഓഫീസറോ? ഡെയിലി വെള്ളം അടിക്കുന്ന ഞാൻ പോലും സൈലന്റ് ആയിട്ട് ഒരാളെ കൊണ്ടും പറപ്പിക്കാതെ വീട്ടിൽ പോയി കിടക്കും. എന്നാ ആണ്ടിനും സംക്രാന്തിക്കും വെള്ളം അടിക്കുന്ന നീ ഒരു ഒറ്റ ഒരുത്തം കാരണമാ എന്നെ ഈ വയ്യാവരി കൊണ്ട് ചാടിച്ച്. അവർ വന്നിട്ടുണ്ട് മാഡം. വരാൻ പറയൂ. എന്താടാ വൈജയന്തി IPS പോലെ റഫാണല്ലോ. നന്നായിട്ട് നോക്കിയ പഴയ നടി രേഖയെ പോലെയല്ലേ? സോഫ്റ്റ് ക്യാരക്ടർ ആയിരിക്കും. രേഖ ചെയ്തിട്ടുള്ള എല്ലാ ക്യാരക്ടറും സോഫ്റ്റ് ക്യാരക്ടറാ. ഒരു മിനിറ്റ് മാഡം. ആ കോളേജുകൾ മർഡർ കേസിലെ രാഷ്ട്രീയക്കാരൻ പയ്യനെ അറസ്റ്റ് ചെയ്തില്ലേ? ആ കേസാ. ഉള്ളിലെ ഡാർക്ക് റൂമിലെ കേറ്റി കാലിൽ ലാത്തി കെട്ടി അടിച്ചു പരത്തിയേക്കവനെ. ഒന്നിനും രണ്ടിനും പോകാൻ പോലും പറ്റരുത്. സത്യം പറയിപ്പിക്കണം. ആരായിരുന്നാലും എന്താ, കൊലക്കേസിലെ പ്രതിയാണവൻ. കുറ്റം സമ്മതിക്കോ നോക്ക്. ഇല്ലെങ്കിൽ വെളി കൊണ്ടുപോയി രക്ഷപ്പെടാൻ വേണ്ടിട്ട് എൻകൗണ്ടർ ചെയ്തേക്ക്. ഇന്നാ നിന്റെ പേരെന്താ? ഭാസ്കർ മാഡം. കൊച്ചനിയൻ. ആ ശരിയായ പേരെന്താ? ചേട്ടായി സുബ്രഹ്മണ്യൻ. നിന്റെ ചേട്ടന്റെ പേരല്ലേ ചോദിച്ചത്. നിന്റെ പേരെന്താ? എന്റെ പേരാണ് ചേട്ടായി സുബ്രഹ്മണ്യൻ. എന്താ? അല്ല, അനിയൻ കുഞ്ഞെന്ന് പേരിടാന്നുണ്ടെങ്കിൽ ചേട്ടായി സുബ്രഹ്മണ്യൻ എന്ന് പേരിടാലോ. പറയൂ, കൊലയാളി നീ തമ്മിൽ എന്താ ബന്ധം? അന്ന് എനിക്ക് ഭയങ്കര വിഷമം തോന്നി മാഡം. ആത്മഹത്യ ചെയ്യാൻ തോന്നി. ബോധമില്ലാതെ ആ കില്ലറിനോട് പുലമ്പിയതെല്ലാം അവൻ സീരിയസ് എടുത്ത് 3 കൊല ചെയ്തു മാഡം. നിന്റെ ലിസ്റ്റിൽ ഈ 3 പേര് മാത്രമുള്ളോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? എടാ, ഇനി 3 പേരുണ്ടെന്ന് പറ. 3 പേര് മാത്രമേ ഉള്ളൂ മാഡം. വേറെ ആരുടെയും പേരില്ല മാഡം. പ്രഭാകർ മാഡം, ഇവര് പ്രസ് റിപ്പോർട്ടേഴ്സിന്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ SIT ബിൽഡിംഗിലേക്ക് കൂട്ടിക്കൊണ്ടുവാ. വേറെ സ്റ്റൈലിൽ ചോദ്യം ചെയ്യണം. ശരി മാഡം. SIT ലേഡീസ് കോളേജിനകത്തായിരിക്കും സംഭവം. ലേഡീസ് കോളേജ്. ഹലോ, SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. വാ നടക്ക്. ഡാ, ബാക്കിയുള്ള 3 പേരുടെ പേരെന്ന് പറയായിരുന്നേ. എന്തിന്? 3 പേരുടെ പേര് പറഞ്ഞപ്പോ തന്നെ ഈ തൊല്ല കണ്ടില്ലേ? എങ്ങനെയായാലും 3 പേരെ അവൻ തട്ടിക്കളയും, കൺഫേം. എന്തിന് ഞാനത് പറഞ്ഞ് ആ 6 പേരുടെയും കൊലയ്ക്ക് ഞാൻ കാരണക്കാരനാവണം? ഇങ്ങോട്ട് നോക്കി. എനിക്ക് മുഖ്യം നീ, ഞാൻ, എന്റെ മഹ. അത്രേ ഉള്ളൂ. ഇവിടെ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുമ്പോ നീ സിനിമാ പേര് പോലെ അമർ, അക്ബർ, ആന്റണി എന്നൊക്കെ പറഞ്ഞ് കളിച്ചോണ്ടിരിക്കണം നീ. അവര് സംസാരിക്കും. നടന്ന 3 കൊലയ്ക്കും നിങ്ങളുമായിട്ട് എന്താ ബന്ധം? എനിക്ക് അതുമായി യാതൊരു ബന്ധവുമില്ല. ഞാൻ വെള്ളം ഒടിച്ച് ബോധമില്ലാതെ ഒരുത്തനോട് എന്തൊക്കെ പറഞ്ഞു പോയി. അത് സീരിയസ് ആയിട്ട് ഈ കൊലപാതകങ്ങളെല്ലാം അവൻ തന്നെയാണ് ചെയ്തത്. ആ ഓഫീസർ അവൻ കൊന്നതിന് ശേഷം ആ പലിശക്കാരനോട് ഇൻസ്പെക്ടറോട് ഞാൻ നേരിട്ട് പോയി പറഞ്ഞു, സാർ നിങ്ങൾ പോയി രക്ഷപ്പെട്ടോളാൻ. എന്നാൽ അത് സീരിയസ് ആയിട്ട് എടുക്കാതെ ഞങ്ങളെ ഐ വിറ്റ്നസ് ആക്കിയിരിക്കുകയാണ് സാർ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. അനിയ മൈക്കിന് ഓളിയും വെച്ചേക്കണേ. ഈ കൊലയും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാനൊരു ഇന്റർനാഷണൽ ഹൗസ് ബ്രോക്കറാണ്. ചെറിയ ബഡ്ജറ്റ് മുതൽ വലിയ ബഡ്ജറ്റ് വരെയുള്ള വീട് വേണമെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യൂ. ഞാൻ റെഡിയാക്കി തരാം. ഇതെന്റെ ഇമെയിൽ ID, ഇതെന്റെ ട്വിറ്റർ ID, എന്തിന് കോളർ ID വരെ ഉണ്ടല്ലോ. അനിയ സൂം ചെയ്ത് പിടിക്കേ. മര്യാദയ്ക്ക് ഒന്ന് സറണ്ടർ ആയിട്ട്. കേരള പോലീസ് ഇവിടെ ചുമ്മാ ഇരിക്കുകയല്ല. പിടിച്ചു കഴിഞ്ഞാൽ നിന്റെ കഥ തീർന്നു. ദയവ് ചെയ്ത് ഇത് കട്ട് ചെയ്താ ടെലികാസ്റ്റ് ചെയ്യണേ. ഇത് കണ്ടെങ്കിലും അവൻ സറണ്ടറായി എന്നെ രക്ഷപ്പെടുത്തട്ടെ പ്ലീസ്. പ്രസ് മീറ്റ് ഓവർ. വാ നടക്ക്. മാറിക്ക്. സാർ ഒരു നിമിഷം. ഞാൻ കല്യാണം കഴിക്കാൻ പോണ കുട്ടി വന്നിട്ടുണ്ട്. ഞാൻ സംസാരിച്ചിട്ട് പോരാൻ സാർ, പ്ലീസ്. മറ്റാരും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ പറയുന്നത് നീ വിശ്വസിക്കുമല്ലോ. ഈ അവസ്ഥയിൽ നിനക്ക് എന്നെ കാണാൻ ഇഷ്ടമല്ലല്ലേ മഹ? എന്താന്നറിയില്ല, ഇപ്പഴാ നിന്നോട് കൂടുതൽ ഇഷ്ടം തോന്നുന്നേ. ധൈര്യമായിട്ടിരിക്കെ, എനിക്ക് നിന്നെ വിശ്വാസ. മഹ, ഇത് മതി എനിക്ക്.
രജനി സ്റ്റൈല് നായകൻ കമല ഉലക നായകൻ വൃന്ദാവന കണ്ണാമീൻ നിത്യഹരിത നായകൻ അജിത് ബെസ്റ്റ് നായകൻ വിജയ് ബെസ്റ്റ് നായകൻ നെഞ്ചിൽ പ്രേമ കാവ്യമെഴുതും നീയാണെന്റെ നായകൻ പുലർക്കാലം വിരിനീക്കി മെല്ലെയുണർത്തും ഈ ജന്മസുകൃതത്താലുള്ള തുടിക്കും എന്നുയിരേ എൻ മലരേ രജനി സ്റ്റൈല് നായകൻ കമല ഉലക നായകൻ വൃന്ദാവന കണ്ണാമീൻ നിത്യഹരിത നായകൻ മനസ്സിൽ മാറി കുളിരണിഞ്ഞേ പ്രണയരാഗ സുഖമറിഞ്ഞേ കാതോരം മൊഴികൾ കേട്ട് എന്നെ മറന്നു ഞാൻ. കൈകൊടുന്ന മധുരവുമായി ഉണ്ണി നിന്നെ കാത്തിരുന്നു അരികിൽ നിഴലായി മെല്ലെ കുടിച്ചുവോ താനെ പൂക്കും പൂവോ നീ മാറിൽ ചായും ലതയോ നീ പൂമകളെ തേൻമൊഴിയേ. രജനി സ്റ്റൈല് നായകൻ കമല ഉലക നായകൻ വൃന്ദാവന കണ്ണാമീൻ നിത്യഹരിത നായകൻ കനകലിപിയിലാരെഴുതി പ്രണയഗാന പല്ലവികൾ പൊന്നേ നീലമിഴിയിൽ നോക്കി നിന്നു പോയി. വെള്ളിമുകിൽ കൂടൊരുക്കി തൂവൽ ശയ്യ തീർത്തിടുമ്പോൾ അതര കലിക തേടി വന്ന മണിശലഭം ഞാൻ. വെൺമേഘം പോലലയും നീ കാതോർത്തിന്നും തിരയും നീ പൂവഴകേ രജനി സ്റ്റൈല് നായകൻ കമല ഉലക നായകൻ വൃന്ദാവന കണ്ണാമീൻ നിത്യഹരിത നായകൻ കാജൽ പ്രണയ നായിക ഹൻസിക പ്രിയ നായിക വൃന്ദാവന രാധേനിയൻ ലാസ്യ നടന നായിക. രജനി സ്റ്റൈല് നായകൻ കമല ഉലക നായകൻ വൃന്ദാവന കണ്ണാമീൻ നിത്യഹരിത നായകൻ നിത്യഹരിത നായകൻ. ഇവിടെ വാടോ മാഡം. മുത്തശ്ശി കഥ പറയുന്ന പോലെ നീ ആത്മഹത്യ ചെയ്യാൻ പോയി, നീ ഒരുത്തനെ കണ്ടു, 3 പേരുടെ പേരെഴുതി കൊടുത്തു, അഡ്വാൻസ് വരെ കൊടുത്തെന്ന്. എന്തോ നീ ഒളിക്കുന്നുണ്ട്, സത്യം പറയടാ. ഞാൻ സത്യമാണ് പറയുന്നത് മാഡം. ചോദ്യം ചെയ്യണ സമയത്ത് ഉള്ളങ്കാലിൽ ലാത്തി വെച്ചടിക്കുന്നതും മുഖത്ത് വെള്ളം ചീറ്റുന്നതും ഐസ് കെട്ടെ കയറ്റി കിടത്തുന്നതും ഇതൊക്കെ നീ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. അതിന്റെ അപ്പുറത്തായിരിക്കൂടാ ഇവിടത്തെ ഏർപ്പാട്. തുടങ്ങാൻ പറയട്ടെ മാഡം. മാഡം എങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇതാണ് നടന്നത്. ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല മാഡം, പ്ലീസ്. ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കല്ലേ മാഡം, പിടിവിട്ടു പോവും. ബോഡി മൊത്തം വാട്ടർ കണ്ടന്റാ, അടി താങ്ങാൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും എത്ര വർഷമായിട്ടാ ഫ്രണ്ട്സ്? ജസ്റ്റ് 3 years മാഡം. മാഡം ഞാൻ പറഞ്ഞില്ലെന്നുള്ളൂ, എനിക്ക് പ്രഷർ ഷുഗറൊക്കെ ഉണ്ട്, നെഞ്ചൊക്കെ പടപടാന്നും പറഞ്ഞിരിക്കും. ഞാനിവിടെ കുറച്ചേരം ഇരുന്ന് സംസാരിച്ചോട്ടെ? മാഡം തെറ്റിദ്ധരിക്കില്ലെന്നറിയാം. താങ്ക് യു മാഡം. ഇഫ് യു ഡോണ്ട് മൈൻഡ് മാഡം, കാലെടുത്തൊന്ന് മേലോട്ട് വെച്ചോട്ടെ. കഴിഞ്ഞ 1 വർഷമായിട്ട് കാല് നല്ല വേദനയാ. ഇങ്ങനെ കാല് ഞാൻ അമർത്തിക്കൊണ്ട് സംസാരിച്ചോട്ടെ? അടി ഓവറാക്കലടാ.
അയ്യോ സാറിനോട് അമർത്താൻ ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ തന്നെ അമർത്തിക്കോളാം. ബേസിക്കലി ഞാൻ ആരോട് ഹെൽപ്പ് ചോദിക്കാറില്ല മാഡം. ഷട്ടപ്പ്. ആ ശരി പറയ്. ഏ? നിങ്ങൾ രണ്ടുപേരും ചേർന്ന് മദ്യപിക്കാറുണ്ടോ? ഏയ് എനിക്ക് രാത്രിയാകുമ്പോ ഒരു ക്വാർട്ടർ കിട്ടിയാൽ ബെറ്ററാ. പകരം ഞാൻ അടിക്കത്തില്ല. എന്തേ? എനിക്കാരും വാങ്ങി തരാറില്ല. ഇവൻ ഗവൺമെന്റ് എംപ്ലോയിയാ. ഇവൻ ഡെയിലി വാങ്ങിത്തരും, ഞാൻ കുടിക്കും. ഞാനില്ലാതെ തനിയെ പോയി കുടിച്ചതിന്റെ ഫലമാ ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത്. 1 മണിക്കൂർ എനിക്ക് വിട്ടു അവനെ, ഞാൻ ശരിയാക്കി കൊടുക്കാം. ശരിയാക്കി തരാൻ ഞാൻ കേടായി ഫ്രിഡ്ജ് വല്ലാണോ? എപ്പോഴും ശരിയാക്കാന്ന് പറയുന്നു. ശരിയാക്കാനാണെങ്കിൽ അവൻ ആദ്യം ശരിയാക്ക്, എന്നെ വിട്ടേക്ക്. നിനക്ക് വേണ്ടി അടിമേടിക്കാൻ ഞാൻ ത്യാഗിയൊന്നുമല്ല. ജസ്റ്റ് നീ ഞാനും റൂംമേറ്റ്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇവന് 1 മണിക്കൂർ സമയം കൊടുക്കാം. അതിനുള്ളിൽ ഇവൻ സത്യം പറയോ നോക്കാം. ഡോ ഓ തനിക്ക് പോവാം. താങ്ക് യു മാഡം. ഡാ 24 മണിക്കൂർ നിന്റെ ഫോൺ ഓൺ ആയിരിക്കണം, മനസ്സിലായോ? ബാറ്ററി ഡൗൺ ആയി ഞാൻ എന്ത് ചെയ്യണം മാഡം? ചാർജബിൾ ബാറ്ററി വാങ്ങി എപ്പോഴും ഒന്ന് കൈ കരുതണം. കൈ വെച്ച ചാർജ് കയറുമോ സാറേ? കേറും. ഓക്കെ, 1 മിനിറ്റ്. സിറ്റി വിട്ട് എങ്ങും പോയേക്കരുത്. ഞങ്ങൾ എപ്പോ വിളിച്ചാലും വരണം. അപ്പൊ ഇങ്ങോട്ട് വരാനുള്ള വണ്ടി അയക്കോ സാറേ? ദാ അവിടെയാണ് മാഡം ഞാനും അവനും അവസാനം വരുന്നത്. ഇതിനു മുമ്പ് നീ അവനെ കണ്ടിട്ടുണ്ടോ? ഇല്ല മാഡം, അതാണ് ഫസ്റ്റ് ടൈം. നമസ്കാരം മാഡം. എത്ര വർഷമായി നിങ്ങൾ ഈ കട തുടങ്ങിയിട്ട്? 10 വർഷമായി മാഡം. കഴിഞ്ഞ തിങ്കളാഴ്ച നിങ്ങൾ ഇവൻ ഇവിടെ വെച്ച് കണ്ടിരുന്നോ? ഞാൻ കണ്ടില്ല മാഡം. ഞാൻ കണ്ടു മാഡം. അന്ന് ഇവന്റെ കൂടെ തലമൊട്ടയടിച്ച ഒരാൾ കൂടെ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഇല്ല മാഡം. ഇവനെ ഓർമ്മയുള്ളപ്പോ അവനെ എന്താ ഓർമ്മയില്ലേ? ഇല്ല മാഡം, ഈ ചേട്ടൻ 100 രൂപ ടിപ്സ് തന്നു. 100 രൂപ ടിപ്സ് തന്നോ? ഏയ് അവൻ സംസാരിച്ചപ്പോ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് കലർത്തി സംസാരിച്ചോ? അവൻ മലയാളത്തിലാണ് സംസാരിച്ചത്, എന്ന ഇടയ്ക്ക് തമിഴും കൂടി ഉണ്ടായിരുന്നു. അവന്റെ മുഖം നിനക്ക് ശരിക്കും ഓർമ്മയുണ്ടോ? മാഡം, ആ മൊട്ടയുടെ മുഖം എനിക്ക് എങ്ങനെ മറക്കാൻ പറ്റും? ദേ ഇവിടെ നോക്ക്. എന്നെ കണ്ട് പേടിക്കൊന്നും വേണ്ട. നിന്റെ എൽഡർ സിസ്റ്ററായിട്ട് എന്നെ കണ്ടാ മതി. നിന്റെ കണ്ണിൽ എന്തോ ഒരു സത്യം മറഞ്ഞിരിക്കുന്നുണ്ട്. ഇല്ല മാഡം, അങ്ങനെയൊന്നുമില്ല. നീ പറയുന്ന കാര്യം വിശ്വസിക്കാനും പറ്റുന്നില്ല, വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല. പെട്ടെന്ന് ഈ കൊലയാളിയെ പിടിക്കണമെങ്കിൽ നീ കൂടി സഹകരിക്കണം. അവനെപ്പറ്റി വേറെന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവർക്കും കരിക്കെടുത്തോളൂ. ശരി മാഡം. പറയൂ. മാഡം, ഞാൻ അവൻ്റെ കൂടെ മാക്സിമം ഒരു 4 മണിക്കൂർ ഇരുന്നിട്ടുണ്ടാവും. ആ 4 മണിക്കൂറും ഞാൻ എൻ്റെ കഥ പറയല്ലാതെ അവനെക്കുറിച്ച് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല മാഡം. മരിച്ചുപോയ ആ 3 പേരെ കുറിച്ച് മാത്രമാണോ സംസാരിച്ചുകൊണ്ടിരുന്നത്? അതെ മാഡം. നീ നുണ പറയുന്നു. ഐ ക്യാൻ ഫീൽ ഇറ്റ്. ടെൽ മീ, എന്താ നടന്നതെന്ന് വിശദമായിട്ട് പറ. അത് പിന്നെ മാഡം, ഞാൻ കൊടുത്ത ലിസ്റ്റിൽ മാഡം ദേ അവിടെ നിൽക്കുന്നു മാഡം. പിടിക്കും മാഡം അവനെ. ഏയ് കം ഓൺ, ക്യാച്ച് ഹിം. ഷിറ്റ്, ആ കില്ലറെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ? കണ്ടില്ല മാഡം. സ്പ്ലിറ്റ് ആൻഡ് സെർച്ച്. ഹലോ ബ്രദർ, ബോധം തെളിഞ്ഞ? എത്ര ചപ്പാത്തി വേണം? 3 4? അവിടെ വെളിയിൽ 3 പേരെ നീ കൊന്നു തള്ളിയിട്ട് ഇവിടെ ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലേ. എന്തിനാ നീ ആ 3 പേരെ കൊന്നത്? സാർ ഓർഡർ ഇട്ടു, അടിയൻ അതനുസരിച്ചു. ഇനി 3 കൊല ബാക്കിയുണ്ട്.
അത് പറഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കും. ചപ്പാത്തി കഴിക്കാൻ നോക്ക്. നമ്മൾ രണ്ടുപേരും ചേർന്ന് 4ാമത്തെ കൊലയ്ക്ക് പുറത്തേക്ക് പോകേണ്ടി വരും. പോണോന്നാ ഡോ, ഞാൻ ബോധമില്ലാതെ ലിസ്റ്റ് ചെയ്യുന്നതിന് നീ അത് സീരിയസ് ആയി എടുത്തിട്ട് ഓരോരുത്തരെയും കൊന്നു തള്ളയാണോ? നീ തന്നെയല്ലേ എഗ്രിമെന്റ് എഴുതിയത്? എഗ്രിമെന്റ് എന്ന് പറയാതെ ആണാണെങ്കിൽ കെട്ടഴിക്കടാ. ഞാൻ എന്നിന്റെ കഥ തീർക്കൂ ഇപ്പോ. അങ്ങനെ കൊല്ലണമായിരുന്നെങ്കിൽ നീ തന്നെ 6 പേരും ഡയറക്റ്റ് ആയിട്ട് തട്ടൂലായിരുന്നോ? എഗ്രിമെന്റ് എഴുതി 12 രൂപ അഡ്വാൻസും കൊടുത്തതാ. അത് മറക്കല്ലേ മോനെ. ശരിയാടാ, കൊടുത്തത് സമ്മതിച്ചു. കൊടുത്ത അഡ്വാൻസിൽ 3 കൊലയ്ക്ക് 6 രൂപ കഴിച്ചു, ബാക്കി 6 രൂപ തിരിച്ചാടാ. എഗ്രിമെന്റ് ക്യാൻസൽ ആടാ. അതൊന്നും പറ്റില്ല. ഡീൽ ഈസ് ഡീൽ. ചപ്പാത്തി കഴിക്കുന്നതിന് മുമ്പ് 2 എണ്ണം അടിക്കണം. ഞാൻ പോയി വാങ്ങിട്ട് വരാം. തനിക്കെന്താ വേണ്ടേ? ബ്രാൻഡി തന്നെയല്ലേ? ഒരു തവണ നിന്റെ കൂടെ വെള്ളം അടിച്ചതിന്റെ ഫലവും ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നത്. ഇനി ഒന്നുകൂടി വേണോ? ഒന്നും വേണ്ട, നീ പോ. എന്നാ ഞാൻ പോയി എനിക്ക് മേടിച്ചിട്ട് വരാം. അതുവരെ നീ ഇവിടെ ഇരുന്ന് TV കണ്ട് സമയം കളയും. അതെ, ഇത് പുതുതായിട്ട് നിർമ്മിച്ച ഫ്ലാറ്റാ. ബാക്കിയുള്ള ഫ്ലാറ്റിലൊന്നും ആളില്ല. ഞാനിവിടെ താമസിക്കുന്നതേ വാച്ച്മാൻ മണിയടിച്ച. എന്നാലും സേഫ്റ്റിക്ക് ഇരിക്കട്ടെ. കീപ് സൈലൻസ്. സീ യു സൂൺ. കൊച്ചി നഗരത്തിലെ തുടർ കൊലപാതക കേസിലെ പ്രതി ഭാസ്കർ തെളിവെടുപ്പിനിടെ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടു. അവന്റെ കൂട്ടാളിയായ ഗുണ്ട അവനെ മറ്റെവിടെയോ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുന്നുവെന്നും അവർ രണ്ടുപേരും ചേർന്ന് വീണ്ടും കൊച്ചി നഗരത്തിൽ കൊലപാതകങ്ങൾ നടത്താൻ ലക്ഷ്യമിട്ടിരിക്കുന്നുവെന്നും പോലീസിന് സൂചന ലഭിച്ചിരിക്കുന്നു. മേലിൽ ഇവർ ഇനിയും കൊലപാതകങ്ങൾ നടത്താതിരിക്കാൻ വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു. ഈ ഫോട്ടോയിൽ കാണുന്ന ഭാസ്കറിനെ കണ്ടുപിടിച്ച് നൽകുന്നവർക്ക് പാരിതോഷികമായി 5 ലക്ഷം രൂപ കേരള പോലീസ് പ്രഖ്യാപിച്ചു. ഞാനും നീ കൂട്ടാളികളാ. ഇനിയും കൊല ചെയ്യുമെന്ന് എന്നെ പിടിച്ചു കൊടുത്ത പാരിതോഷം കിട്ടുമെന്ന്. നിങ്ങൾ വിഷമിക്കണ്ട ബോസ്, എല്ലാം നന്നായിട്ട് നടക്കൂന്നേ. മുട്ടെ അങ്ങോട്ട് നോക്ക്. എന്റെ ഫോട്ടോ മാത്രമാണല്ലോ എടുത്തത്. നിന്റെ ഫോട്ടോയും കൂടി ഇടേണ്ടല്ലേ? അയ്യോ, വാന്നേ ഒരു പെഗടിക്ക. ഇവന്റെ കൂടെ ചേർന്ന് വെള്ളം ഒടിച്ചിട്ട് ഇവനെ ഫിറ്റാക്കിയിട്ട് ഈസി ആയിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാം. എന്താ ആലോചിക്കുന്നേ? ഇങ്ങനെ കെട്ടിയിട്ടിട്ട് എങ്ങനെ വെള്ളം അടിക്കാനാ? വായിൽ കൊണ്ടുവന്ന് ഒഴിച്ചു തരോ? കെട്ടഴിക്ക്. അഴിച്ചുവിടാ. രക്ഷപ്പെട്ടു പോകാന്ന് മാത്രം വിചാരിക്കണ്ട. കൊല ചെയ്യാൻ എനിക്ക് അധികം ആലോചിക്കേണ്ടി വരില്ലെന്ന് എനിക്കറിയാലോ. പഴയ പടത്തിലെ വില്ലനാവാതെ അഴിച്ചുവിട്. ചേസ്. നിന്നോടൊന്ന് ചോദിക്കുക, തെറ്റിദ്ധരിക്കരുത്. 3 പേരെ നീ കൊലപ്പെടുത്തി കഴിഞ്ഞു. ഇനിയും 3 പേരെ കൊല്ലാൻ വേണ്ടി നീ വാശി പിടിക്കുന്നു. നീയും അവരും തമ്മിൽ എന്തെങ്കിലും ഫ്ലാഷ് ബാക്ക് ഉണ്ടോ? നിന്റെ കുടുംബത്തെ ആ 6 പേരും ചേർന്ന് ചിന്ന ഭിന്നമാക്കിയല്ലേ? അവന്മാരെ ശിക്ഷിക്കാൻ വേണ്ടി നീ എന്നോട് ഡീല് ചെയ്ത് എന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കറക്റ്റ്. ഇല്ലെങ്കിൽ നിനക്കൊരു പെങ്ങളുണ്ടായിരുന്നു. ആ പെങ്ങളെ 6 പേരും കൂടി നിഷ്കരണം നശിപ്പിച്ചതിന് നീ റിവഞ്ച് എടുക്കുകയാണ്. ഒരുപാട് സിനിമകൾ കാണൂലേ? അതെ, ആഴ്ചയിൽ 2 സിനിമ വെച്ച് കാണും. അതാ. പറ, ഒരു കാരണമില്ലാതെ എന്തിനാ അവരെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? നീ വിചാരിക്കണ പോലെ ഞാനും അവരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് നീ അവരെ കൊന്നുകൊണ്ടിരിക്കുന്നത്? ഓൺലി ബിക്കോസ് നീയായിട്ടുള്ള എഗ്രിമെന്റ്. വളരെ നല്ലവനാടാ നീ. താങ്ക് യു. താക്കോലെവിടെ വെച്ചിരിക്കുന്നത്? നീ എവിടെ നോക്കിയാലും താക്കോല് കിട്ടൂല. എന്താ ഫിറ്റിലും ബോധം ഉണ്ടെന്നാണോ നീ വിചാരിക്കുന്നത്? ഞാൻ രക്ഷപ്പെടുന്നത് പോട്ടെ, ഇന്ന് നീ എങ്ങനെയാ കൊല ചെയ്യാൻ പോണേന്നൊന്ന് കാണിച്ചാ. നീ കൊല ചെയ്യുന്നതിന് തടസ്സം വന്നില്ലേ? മനസ്സിലായില്ലേ? അങ്ങോട്ട് നോക്ക്. 11:30 മണിയാവാൻ പോകുന്നു. ഇനി 1/2 മണിക്കൂറിനുള്ളിൽ 12 മണിയാവും. പറഞ്ഞ ഡേറ്റ് ഇന്ന് തീരും. എന്താ വീമിളക്കിയത്? എഗ്രിമെന്റ് പ്രകാരം പറഞ്ഞ സമയത്തിന് ആളെ തീർക്കോന്ന്. ഇപ്പൊ നീ ഇവിടെ നിന്ന് എങ്ങനെ പോകും? അത് മതിയടാ എനിക്ക്. അത് മതി എനിക്ക്. ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നീ റൌഡി കാട്ടുരവി ഇന്ന് രാത്രി 9:30 സ്വന്തം വീട്ടുവളപ്പിൽ വെടിയേറ്റ് മരിച്ചു. ഈ കൊലപാതകത്തിന് പിന്നിലും ഭാസ്കറും കൂട്ടാളികളും പോലീസ് സംശയിക്കുന്നു. സാധനം മേടിക്കാൻ പോയില്ലേ? ഇനിയും
കൊലപാതകങ്ങൾ നടത്താൻ ഇവർ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. ഇവരെ എത്രയും പെട്ടെന്ന് പിടികൂടുന്നതിനായി കൊച്ചി നഗരത്തിലാകെ പോലീസ് വലവീശി. ഞാനും ചേർന്നാ കൊലപ്പെടുത്തിയെന്ന് TV ന്യൂസിൽ പറയുന്ന കേട്ടില്ലടാ. വളരെ നല്ലവനാണ്ടാ നീ. എന്നെ ബോധം കെടുത്തിട്ട് കൊല ചെയ്യുന്നത് തടുക്കാന്ന് നീ വിചാരിച്ചോ? നിന്നേക്കാളും ബ്രില്യന്റ് ആടാ ഞാൻ. നിന്നെ ഞാൻ ഫീൽ ദ ഫ്രഷ് എയർ ജി. മൊട്ടെ, നീ എന്നെ കുരങ്ങളിപ്പിക്കണോടാ. നിക്കടാ. ആ ഓഫീസർ, മരംകൊടൻ, പലിശക്കാരൻ, ഇൻസ്പെക്ടർ, റൌഡി എല്ലാരും തരുന്നതിനേക്കാൾ കൂടുതൽ ടോർച്ചറിങ്ങാടാ നീ തരുന്നേ. ഞാനാണ് എഗ്രിമെന്റ് ചെയ്ത് അഡ്വാൻസ് തന്നെന്നും പറഞ്ഞ് നീ ഒന്നൊന്നായി കൊന്നോണ്ടിരിക്കുക. എഗ്രിമെന്റ് ചെയ്ത ഞാൻ തന്നെ പറയുന്നു വേണ്ടെന്ന്. എന്നിട്ട് എന്താടാ നീ കേൾക്കാത്തെ? നീ ചെയ്ത കൊലയുടെ കൂലി 40,000 രൂപ. ഞാൻ ലോൺ എടുത്ത പൈസ തരാന്ന് പറഞ്ഞത്. നീ ചെയ്ത കൊലപാതകം എല്ലാം പോയി ഏറ്റുപറ. പോയി സറണ്ടർ ആയിട്. എന്റെ മഹായോടൊപ്പം സമാധാനമായി ജീവിക്കാൻ അനുവദിക്ക്. ഞാൻ തന്ന ലിസ്റ്റിലെ അവസാനത്തെ കൗൺസിലറേയും റെഡ്ഡിയെങ്കിലും നീ വെറുതെ വിടറാ. അപ്പോ കുറ്റക്കാരൊന്നും ചാവണ്ടെന്നാ പറയുന്നേ? വലിയ ഫിലോസഫി അടിക്കില്ലടാ. വേണ്ടെന്ന് പറഞ്ഞാ വിട്ടുവിടടാ. ഞാൻ ആരെയും കൊല്ലാണ്ടിരിക്കണമെങ്കിൽ നീ എനിക്കൊരു സത്യം ചെയ്തു തരണം. ഡാ മൊട്ടെ, നീ കൊല ചെയ്യില്ലെന്ന് എനിക്ക് സത്യം ചെയ്താടാ. സത്യം ചെയ്യുന്നുണ്ടോ ഇല്ലയോ? എന്ത് സത്യം? ഇന്ന് മൊത്തം നീ എന്റെ കൂടെ ഉണ്ടാവണം. രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. അങ്ങനെ നീ ചെയ്യുന്ന സമ്മതിച്ചാ ഞാൻ ആരെയും കൊല ചെയ്യില്ല. ശരി, എന്റെ മകയാണ് സത്യം. ഇന്ന് മുഴുവൻ സമയം നിന്റെ കൂടെ ഉണ്ടാവും. നീ പറഞ്ഞ വാക്ക് പാലിക്ക്. ഓക്കെ. എന്താ, വണ്ടിക്ക് പെട്രോൾ അടിക്കണോ? ഇല്ല. പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നേ? അങ്ങോട്ട് നോക്ക്. എന്തിനാ ഇയാളെ ഇങ്ങനെ തല്ലുന്നേ? ആരാ ഇയാള്? ആ വണ്ടിയിലുള്ള സ്റ്റിക്കർ നോക്ക്. പ്രസ് എന്നാണല്ലോ. പത്രക്കാരനാ? പോകാം. എവിടെ? ഇത് ഈ പത്രത്തിൽ നീ എഴുതിയ കവർ സ്റ്റോറി. പ്രസ് റിപ്പോർട്ടർ എന്നാൽ പ്രസിഡന്റ് ആണെന്നാണോ നീയൊക്കെ വിചാരിച്ചിരിക്കുന്നത്? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന മരുന്നും ഗുളികകളും കടത്തി അതിന്റെ എല്ലാം ലേബലുകൾ മാറ്റി സിറ്റിയിലുള്ള എന്റെ 20 മെഡിക്കൽ ഷോപ്പിൽ അത് വില കൂട്ടി വിറ്റ നിനക്കെന്താടാ കുഴപ്പം? ഈ ന്യൂസ് കൊടുത്തപ്പോ നിന്റെ പത്രത്തിന്റെ സർക്കുലേഷൻ കൂടിയോടാ. ഡേ അഴിക്കടാ. അയ്യോ, ഒന്നും ചെയ്യല്ലേ, അടിക്കല്ലേ, ഡ്രസ് അടിക്കല്ലേ. വേണ്ട വേണ്ട. ഇപ്പൊ നിനക്ക് നാണോ മാനോ ഒക്കെ പോയും തോന്നണ്ടോ? ഇതായിരിക്കും ഫലം. എന്റെ ഫോട്ടോ എടുത്ത് നിന്റെ പീറ പത്രത്തിൽ ന്യൂസ് കൊടുത്ത എല്ലാവരും എന്നെ മോശക്കാരിയായി കണ്ടപ്പോ എന്റെ അവസ്ഥ എന്തായിരിക്കും? ഈ വേഷത്തില് നിന്റെ വീടിനടുത്തുള്ള തെരുവില് നിന്നെ ഇറക്കി വിട്ട എന്ത് ചെയ്യും നീ? വേണ്ട വേണ്ട, അങ്ങനെ ചെയ്യല്ലേ. എന്നാ അടുത്ത ലക്കത്തിൽ എന്നെ പറ്റിയുള്ള വാർത്ത തിരുത്തി എഴുതിക്കൊള്ളണം. ഇല്ലെങ്കിൽ അന്നേ ദിവസം നിന്റെ വീട്ടിലെത്തിയിരിക്കും ഞങ്ങള്. മനസ്സിലായോ? ഡേ ഡ്രസ് എടുത്തോടാ. കമ്മീഷണർ ഓഫീസിൽ നിന്ന് തുരിതുര ഫോൺ വന്നുകൊണ്ടിരിക്കുന്നു. ഡു ദ പ്രൊസീജിയേഴ്സ്. ഓക്കേ മാഡം. ഗുഡ് മോർണിംഗ് ഗുഡ് മാഡം. മോർണിംഗ്. എന്താ, ഭാസ്കറിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല മാഡം, പക്ഷേ കാട്ടുരവി മരിച്ചു എന്ന് പറഞ്ഞ് രാവിലെ വാർത്ത കണ്ടു. ഈ റൗഡിയെ എനിക്ക് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ സൺഡേ ഇയാൾ എന്നെ ആക്രമിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി ഭാസ്കർ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. ഈ സംഭവം എവിടെ വെച്ചാ നടന്നത്? ബീച്ചിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആ അമ്പലത്തിനടുത്ത് വെച്ച്. മാഡം, കൊല്ലപ്പെട്ട ഇൻസ്പെക്ടർ ആ ഏരിയയിലെ പോലീസ് സ്റ്റേഷനിലെയാ. എനിക്ക് കുടുംബസ്വത്തായിട്ട് കിട്ടിയ സ്വത്തിൽ അവര് വില്ല കെട്ടുമെന്നും അതിലൊരു വില്ല ഞങ്ങൾക്ക് തരാമെന്നുമാണ് ആദ്യം പറഞ്ഞത്. അത് വിശ്വസിച്ച് ഞാൻ 5 ലക്ഷം അഡ്വാൻസ് വാങ്ങിച്ചിട്ട് വീടും സ്ഥലവും ഒഴിഞ്ഞു കൊടുത്തു. ഇപ്പൊ 2 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് വില്ല ഇല്ല. ഇപ്പൊ തന്ന കാശ് വാങ്ങിച്ചോട്ട് പോവാൻ ആ ബിൽഡർ ഷൺമുഖം പറയാ. ഇതിലെന്താ ന്യായം? എടോ അയ്യരെ, തനിക്കെന്താ പ്രശ്നം? കിട്ടിയത് വാങ്ങിച്ചിട്ട് മിണ്ടാതെ പോകാൻ നോക്ക്. അതാണ് തനിക്ക് നല്ലത്, തന്റെ ഫാമിലിക്ക് നല്ലത്. മര്യാദക്ക് ഒപ്പിട്. പറ്റില്ല, ഞാൻ കോടതിയിൽ പോകും. ഓ, കോടതി പോകുന്നോ? ഒരു ഫോൺ ചെയ്യാം, സംസാരിക്കേ. ചേച്ചി, അമ്പലത്തിലേക്ക് പോയ എന്നെ കുറെ റൗഡികൾ ചേർന്ന് കാറ് കയറ്റി എന്നെ ഇവിടെ കൊണ്ടുവന്നു. എനിക്ക് പേടിയാവുന്നു.
അയ്യോ ഇങ്ങനെ ദ്രോഹിക്കരുതേ. മര്യാദയ്ക്ക് ഒപ്പിട്ട് തന്ന നിന്റെ ഭാര്യ വീട്ടിലെത്തിയിരിക്കും ഭദ്രമായിട്ട്. എന്തു പറയുന്നു? ഞാൻ ഒപ്പിട്ട് തരാം. സെന്റിമെന്റ്സ് അടിച്ചപ്പോ സെറ്റിൽമെന്റ് വർക്കൗട്ടായി. ഒറ്റ രാത്രി കൊണ്ട് ഇത്രയൊക്കെ സംഭവിച്ചോ? ആ ഭാസ്കറിന്റെ പിടിവാശി കണ്ടിട്ട് ആ റൗഡി കാട്ടുരവിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൗൺസിലർ മാഡം വന്നു. കൗൺസിലർ സ്റ്റേഷനിൽ വന്നോ? അതെ മാഡം. കൗൺസിലറിന്റെ അടുത്തിരിക്കുന്ന ആളില്ലേ, അയാളൊരു ഡോക്ടറാ. ഗവൺമെന്റിന്റെ മരുന്ന് കിടത്തുന്നതിന് കൂട്ടു നിൽക്കുന്നവനാ. തൊട്ടടുത്ത് ആ ബ്ലൂ ഷർട്ട് ഇട്ട് നിൽക്കുന്നവനില്ലേ, അവനാ ഗവൺമെന്റ് മെഡിക്കൽ ഗോഡൌണിന്റെ ഇൻചാർജ്. ഇവർ രണ്ടുപേരും കൂട്ടിച്ചേർന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ജനങ്ങൾക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്ന മരുന്ന് കടത്താനായിട്ട് കൗൺസിലറെ സഹായിക്കുന്നത്. അത് പുറത്തു വിറ്റ് ധാരാളം പണം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്ന സാധാരണക്കാർക്ക് സൗജന്യമായിട്ട് മരുന്ന് കിട്ടുന്നത്? ഇതുപോലെ ഇവര് ചെയ്യുന്ന പരിപാടികൾ ഒരുപാടുണ്ട്. ഇതാ നിങ്ങളുടെ ഷെയർ. ഓ താങ്ക് യു. കംപ്ലൈന്റ് കൊടുക്കണ്ടെന്ന് എത്ര തവണ പറഞ്ഞു നോക്കിയതാ. എന്നാ ആ ഭാസ്കർ കംപ്ലൈന്റ് കൊടുത്തേ മതിയാവൂ എന്ന ഒരേ നിർബന്ധത്തിലായിരുന്നു. ഉടനെ റെഡ്ഡിയെ വിളിച്ചു വരുത്തി ആ കൗൺസിലർ മാഡം കംപ്ലീറ്റ് തേസ്കൊണ്ടി FIR എഴുതിയേക്കൂ. എന്താ സാറേ അയാള് ഇൻസ്പെക്ടറെ നോക്കി കണ്ണിറക്കി കാണിച്ചു. അതിനുശേഷം ഇൻസ്പെക്ടർ ഭാസ്കറിനെ രാത്രി മൊത്തം ലോക്കപ്പിലിട്ടു. ആ വൈരാഗ്യത്തിലാണ് കില്ലറെ വെച്ച് ഇൻസ്പെക്ടറെ തട്ടിക്കളഞ്ഞെന്ന് തോന്നുന്നു. മാഡം നോട്ട് ദിസ് പോയിന്റ്. ഭാസ്കർ പറഞ്ഞ പോലെ ലിസ്റ്റിലുള്ളത് 3 പേരല്ല 6 പേരാണ്. യെസ് മാഡം. അങ്ങനെ നോക്കിയാൽ ഭാസ്കറിന്റെ എതിരാളികൾ KCB ഓഫീസർ, പലിശക്കാരൻ, ഇൻസ്പെക്ടർ, റൌഡി കാട്ടുരവി, കൗൺസിലർ, റെഡ്ഡി, ഈ 6 പേരെയും ഭാസ്കർ ഹിറ്റ് ലിസ്റ്റിൽ വെച്ചിട്ടുണ്ട്. അവന് സപ്പോർട്ടാണ് അവൻ ഈ പറഞ്ഞ കില്ലർ. ഇവനാണ് ആ ഇയറുടെ വീടെഴുതി വാങ്ങിച്ചു പറ്റിച്ച ബിൽഡർ ഷൺമുഖം. അവന്റെ അടുത്തേയും കൗൺസിലറോ റെഡ്ഡിയോ? ആ കൗൺസിലർ മാഡം തന്നെ ആയിരിക്കും. അതെന്താ? അന്ന് രാത്രി തന്നെ റെഡ്ഡി മലേഷ്യക്ക് പോയി. ഇന്ന് വൈകുന്നേരം തിരിച്ചു വരാമെന്നാ പറഞ്ഞിരിക്കുന്നേ. ബോസ്, ആ കൗൺസിലർ ഇപ്പൊ എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ച് അവരെ ഉടനെ അലേർട്ട് ചെയ്യുക. ഇമ്മീഡിയറ്റ് അവരെ നമ്മുടെ കസ്റ്റഡിയിൽ കൊണ്ടുവരണം. അയ്യരുടെ 10, നിങ്ങളുടെ 30, മൊത്തം 40 ഉണ്ട് മാഡം. ചേച്ചി ഫോൺ കട്ട് ചെയ്യടാ. ഫോൺ കട്ട് ചെയ്യുന്നു മാഡം. മെസ്സേജ് ചെയ്യ. ശരി. ആ മെസ്സേജ് ഒന്ന് നോക്ക്. ഫോണേ കട്ട് ചെയ്യാൻ പറഞ്ഞു, പിന്നെ മെസ്സേജ് വിടറേ. സൈബർ സെല്ലിൽ പോയി കൗൺസിലർ നമ്പർ ഇപ്പൊ എവിടാണെന്ന് ട്രേസ് ചെയ്യട്ടെ. എക്സാക്ട്ലി ബോസ്. ഷുവർ മാഡം. പ്രഭാകർ മാഡം. വീട്ടിൽ നിന്ന് ഫോൺ വന്നാൽ കൗൺസിലർ എന്തായാലും ഫോൺ എടുക്കില്ലേ? യെസ് മാഡം. ചേച്ചി വീട്ടിൽ നിന്നാ. അമ്മയായിരിക്കും ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നതായിരിക്കും. പിന്നെ വിളിക്കാടാ. പറയൂ. കട്ട് ചെയ്തു മാഡം. ഒന്നുകൂടെ വിളിച്ചു നോക്ക്. വീണ്ടും കട്ട് ചെയ്തു മാഡം. ഒന്നുകൂടെ ശ്രമിച്ചു നോക്ക്. കട്ട് ചെയ്യ മാഡം. ഇങ്ങ വന്നേ. വരട്ടെ മാഡം. ശരി, നമുക്കും പോവാം. ശരി പോവാ. ന്യായം പറയ്, ഇവള് ശരിക്കും ചാവേണ്ടവളല്ലേ? റിങ് ചെയ്യുന്നുണ്ട്, സംസാരിക്കുക. ആ പറയമ്മ. ചേച്ചിയുടെ കൊടുത്തേ. ചേച്ചി അമ്മയാണ്. എന്താ അമ്മേ? ഞാൻ ദേ വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു മാഡം. ഇനി പറയേ, ഇവള് ശരിക്കും ചാവേണ്ടവളല്ലേ? റിങ് ചെയ്യുന്നുണ്ട്. എന്താ അമ്മേ? മോളെ, നിന്നെ ആരും കൊല്ലാൻ ശ്രമിച്ചോണ്ടിരിക്കുക. എന്തോന്ന്? എന്നെയോ? വേഗം പറയേ, ഞാൻ അവളെ കൊല്ലില്ലെന്ന് പറഞ്ഞതല്ലേ? എന്നെ കൊല്ലണമെങ്കിൽ ഇനി ഒരുത്തൻ പിറന്നു വരണം. പറയേ, ഇവള് ചാവേണ്ടവളല്ലേ? അവള് ചാവേണ്ടത് തന്നെയാ. നീ വാ. അയ്യോ, വെടിവെച്ച് കേട്ടു മാഡം. ഹലോ മാഡം, കൗൺസിലറുടെ ഫോൺ ബീച്ച് റോഡിലുണ്ടെന്ന് സിഗ്നൽ കിട്ടി. വി ആർ ലേറ്റ് ബോസ്. പെട്ടെന്ന് ബീച്ച് റോഡിലേക്ക് വാ. അയ്യോ ചേച്ചി, കൊല്ലല്ലെന്ന് സത്യം ചെയ്തല്ലേ? പിന്നെ നീ എന്തിനാണ് അത് ചെയ്തേ? നീ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞ അവള് ചാവേണ്ടവളാണെന്ന്? അയ്യോ ചേച്ചി. എടാ പ്രാന്താ, ഓടാ. ഭാസ്കർ നിൽക്ക്. എന്തിനാണ് എന്നെ വിളിക്കുന്നേ? കൊല ചെയ്യില്ല എന്ന് സത്യം ചെയ്തിട്ട് ഇപ്പൊ നീ കൗൺസിലറെ കൊന്നില്ലടാ. എഗ്രിമെന്റ് പ്രകാരം എന്റെ 5ാമത്തെ അസൈൻമെന്റ് കഴിഞ്ഞു. ഇന്ന് ഈവനിങ് റെഡ്ഡി മലേഷ്യയിൽ നിന്ന് തിരിച്ചു വരാൻ പോവാ. നാളെ നിന്റെ കല്യാണം. മുഹൂർത്തം തീരുന്നതിന് മുമ്പ് എന്തായാലും
ആ റെഡ്ഡിയെ തീർത്തു കളയാൻ പോവാ. പറയുന്ന കേക്കടാ. കൊല്ലാൻ പറഞ്ഞ ഞാൻ തന്നെ പറയുന്നു വേണ്ടത്. നിനക്കെന്താണ് ഇത്ര വെറി? അപ്പോ ഞാനെന്താ കൊലവറി പിടിച്ച ഭ്രാന്തനെന്നോ? അങ്ങനാണോ? ദാ പോക്ക് പിടിച്ചോ. ഇവരെല്ലാം ചാവേണ്ടവര് തന്നെയാടാ. ഇതിന്റെ പേര് കൊലയല്ല, കളപറിക്കലാടാ. ഇത് നോക്ക്, വീണ്ടും വീണ്ടും നീ ആവർത്തിക്ക. ചെയ്യും. വേണ്ടേ? വേണ്ടെങ്കി എന്നെ വെടിവെക്ക്. കൊല്ലടാ. ഇല്ലെങ്കി റെഡ്ഡിയെ ഞാൻ നാളെ തന്നെ തീർക്കോടാ. കൊല്ലൂടാ. നിന്നെ കൊല്ലുന്നാടാ എനിക്ക് സമാധാനം. എന്താടാ കൈവറക്കുന്നോ? വെക്കടാ. എടാ ഭാസ്കർ, നീ എന്തായി ചെയ്യുന്നേ? ആ കില്ലർ. നീ എന്താടാ പറയുന്നത്? കില്ലറോ? നീ എന്താ പതറുന്നേ? പതറല്ലടാ, ആ കില്ലർ കൗൺസിലറെ കൊന്നടാ. അവിടുന്ന് രക്ഷപ്പെട്ട് വന്നപ്പോ ഈ തോക്കന്റെ കൈ തന്നിട്ട് അവൻ മുങ്ങിയടാ. നീ വിളിച്ചു കേട്ട് തിരിഞ്ഞപ്പോ അവനെ കാണുന്നില്ലടാ. എടാ ഭാസ്കർ, അതേ പോലീസ്. ഞാനും അകത്താകല്ലോ. Take him. അയ്യോ സാറേ, എനിക്കൊന്നും അറിയില്ല. ഞാൻ ഇതുവഴി വന്നതേ ഉള്ളൂ. മാഡം, ഞാനൊന്നും ചെയ്തിട്ടില്ല. വേണ്ട വേണ്ട. നിങ്ങൾ എന്നെ തീകാർ ജയിലടിച്ച് പീഡിപ്പിച്ചാലും ശരി, നടന്നത് മാത്രമേ പറയാൻ പറ്റൂ. അവനെ കൂട്ടിക്കൊണ്ടുവാ. ആ കില്ലർ ഇവന്റെ കയ്യിൽ തോക്ക് കൊടുത്തിട്ട് ഓടിപ്പോകുന്നത് നീ കണ്ടോ? ഇല്ല മാഡം, ഞാൻ കാണുമ്പോ ഭാസ്കർ കയ്യിൽ തോക്കും പിടിച്ച് നിൽക്കുകയായിരുന്നു. ആ കില്ലറിന്റെ കയ്യിൽ തോക്ക് തന്നിട്ട് അവനെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു മാഡം. അവനെ ഷൂട്ട് ചെയ്യണോ വേണ്ടെന്ന് ഞാൻ ആലോചിച്ചിരുന്നപ്പോ കറക്റ്റ് ആ സമയത്ത് കോന്തം കയറി വന്നു. നീ പറയുന്നത് വിശ്വസിക്കണം അല്ലേ? അന്ന് ബാക്കി 3 പേരോട് ലിസ്റ്റിലുള്ളത് മറച്ചു വെച്ചത്. അവൻ ചെയ്ത 3 കൊലയ്ക്കും എന്നെയല്ലേ സംശയിച്ചത്. ഇനിയും 3 പേരുണ്ടെന്ന് പറഞ്ഞാ ഞാൻ പെട്ടുവെന്ന് വിചാരിച്ചു. നിന്നെ ഒളിപ്പിച്ചു വെച്ച സ്ഥലം കാണിച്ചു തരാമോ? എന്റെ ബോധം കെടുത്തിയതുകൊണ്ട് ആ സ്ഥലം എനിക്ക് മനസ്സിലായില്ല. പക്ഷെ മാഡം, അവനെ പിടിക്കാൻ വേറൊരു വഴിയുണ്ട്. നാളെ എന്റെ വിവാഹ മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് എങ്ങനെയായാലും ആ റെഡ്ഡിയെ തീർക്കുമെന്ന് അവൻ ഉറപ്പിച്ച് പറഞ്ഞേക്കാം. ഞാൻ കൊടുത്ത ലിസ്റ്റില് ആ റെഡ്ഡിയാണ് ഫൈനൽ. എങ്ങനെയായാലും ആ റെഡ്ഡിയെ കൊല്ലാൻ അവൻ നാളെ വരും മാഡം. അവനെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പിടിക്കാം മാഡം. അവൻ കാരണം എന്റെ സമാധാനം പോയി. ഇപ്പൊ ഈ കല്യാണം നടന്നില്ലെങ്കിൽ എന്റെ ജീവിതം നശിക്കും. നിനക്ക് വീട്ടിൽ പോവാം. മാഡം പറഞ്ഞില്ലേ അവനെ റിലീസ് ചെയ്. ഇവനെ കൊണ്ടുപോക്കോളൂ. പക്ഷെ എപ്പോൾ വിളിച്ചാലും നിങ്ങൾ തന്നെ ഇവനെ ഹാജരാക്കണം. ഷുവർ സർ. ഭാസ്കർ, വെറുതെ ടെൻഷൻ അടിക്കാതെ. നാളെ നമ്മുടെ കല്യാണല്ലേ, നീ സന്തോഷമായിട്ടിരിക്കണം. അച്ഛൻ വക്കീലിനെ കാണാൻ പോയിരിക്കുക. നിനക്കൊന്നും സംഭവിക്കില്ല. നീ ഒന്നും പേടിക്കണ്ട ഭാസ്കർ. വിനായക ചതുർത്ഥി വരാൻ പോവല്ലേ? നമ്മുടെ അമ്പലത്തിലെ ശാന്തിയെ കൊണ്ടൊരു പൂജ നടത്താം. നിന്റെ പ്രശ്നങ്ങളെല്ലാം ഭഗവാനോട് പറ. എല്ലാം നല്ല രീതിയിൽ നടക്കും. സ്റ്റാർ സൂപ്പർ സ്റ്റാർ ഗോഡ് ഗോഡ് ഓ മൈ ഗോഡ്. തട്ടിമുട്ടി താളം കൊട്ടി എല്ലാം മറന്നിന്നാഘോഷമായി പുള്ളിമാൻ പോലെ തുള്ളിയൊന്നാടുമോ? പൊന്നലത്തുമ്പി കൂടാമോ? നിർമണിക്കാറ്റായി പോരാമോ? കണ്ണെറിഞ്ഞതാരേ തരളമിഴികളാ, കണ്ണെറിഞ്ഞതാരേ കണ്ണെറിഞ്ഞതാരേ കരളമിഴികളാൽ, കണ്ണെറിഞ്ഞതാരേ. കാറ്റിൻ കൈപിടിച്ചു നിങ്ങൾ മേലും കീഴുമറിയുമോ? സ്വപ്നം കാണാത്ത മിഴികൾ സ്വർഗം തേടിയലയുമോ? ഗാന്ധിയെ വണങ്ങാത്ത സ്വന്ത ബന്ധം എവിടടാ? സ്നേഹം മായ്ക്കാത്ത നൊമ്പരങ്ങൾ എവിടടാ? നെഞ്ചിൽ ഇഴനെയ്ത സ്വപ്ന ലോകമൊക്കെയും കാലം മാറുമ്പോൾ നിന്റെ കൂടെ വന്നിടും.
കണ്ണീർ മാച്ചിടും ഗാനമൊന്നു പാടു നീ കരളിൽ താളമിട്ട് കൂടെ ഇന്ന് പാടിടാ കണ്ണെറിഞ്ഞതാരേ കരളമിഴികളാൽ കണ്ണെറിഞ്ഞതാരേ മോഹം പൂവണിഞ്ഞ രാവിൽ ചന്ദനഗന്ധമുണരുമോ മണ്ണും വിണ്ണാകും നിമിഷം താരാജാലമുണരുമോ നീരല തഴുകാത്ത പൂവനങ്ങളില്ലടാ ചന്ദ്രിക പുണരാത്ത പാരിജാതമില്ലടാ വിരലുകൾ തഴുകാത്ത രുദ്രവീണയില്ലടാ നൂപുരമുണരാത്ത നൃത്തവേദിയില്ലടാ ഉള്ളിൽ പദമാടും ആദിപൂത്ത കനവുകൾ താനെ നടമാടും പൊന്മയൂരമാകും കണ്ണെറിഞ്ഞതാരേ തരളമിഴികളാൽ കണ്ണെറിഞ്ഞതാരേ സ്റ്റാർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ ഗോഡ് ഗോഡ് ഓ മൈ ഗോഡ് തട്ടിമുട്ടി താളം കൊട്ടി എല്ലാം മറന്നിന്നാഘോഷമായി പുള്ളിമാൻ പോലെ തുള്ളിയൊന്നാടുമോ പൊന്നല തുമ്പി കൂടാമോ നീർമണിക്കാറ്റായി പോരാമോ കണ്ണെറിഞ്ഞതാരേ കരളമിഴികളാൽ കണ്ണെറിഞ്ഞതാരേ നമസ്കാരം. ഇതെന്താ വീടിന് ചുറ്റും പോലീസാണല്ലോ നിൽക്കുന്നത്? എയർപോർട്ടിൽ ഇറങ്ങിയ ഉടനെ പി എന്റെ അടുത്ത് എല്ലാം പറഞ്ഞിരുന്നു. എന്താ ആ പയ്യന്റെ പേര്? ഭാസ്കരനാ സാറേ. ആ ലൂസ് പോലീസ് സ്റ്റേഷനിൽ പ്രശ്നമുണ്ടാക്കി ആ ഭാസ്കരനെ പോലീസ് ചോദ്യം ചെയ്തോണ്ടിരിക്കുന്ന ഞാൻ അറിഞ്ഞായിരുന്നു. എന്താടാ ലൂസ് കുറവാണല്ലോ, കുടിച്ചോ നീ? ഇല്ല സർ. അത് നന്നായി. വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാതെ അവനെ കൊണ്ട് എല്ലാം അങ്ങോട്ട് പറയിപ്പിക്കും. ഒരു സീരിയൽ കില്ലറാണ് ഈ കൊലപാതകങ്ങൾ മുഴുവൻ ചെയ്തിരിക്കുന്നതെന്ന് സംശയമുണ്ട്. എന്നാൽ അവന്റെ ലിസ്റ്റിൽ അവസാനമായി എഴുതിയിരിക്കുന്ന നിങ്ങളുടെ പേരാ. കോമഡി ആണല്ലോ. 5 പേരെ കൊന്നിട്ട് അറസ്റ്റ് ചെയ്യാതെ 6ാമതായിട്ട് എന്നെ കൊല്ലാൻ പോകുന്നെന്നാണ് താങ്കൾ പറയുന്നത്. എന്താണ് കോമഡി ചെച്ചനാരാ? റെഡ്ഡി സർ, വി ആർ വെരി സീരിയസ്. ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന എന്തിനാണെന്നറിയോ? ആ കില്ലറെ പിടിക്കാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം. ചെപ്പണ്ടി, എന്ത് ചെയ്യണം? നാളെ നടക്കാൻ പോകുന്ന ഭാസ്കറിന്റെ കല്യാണത്തിന് നിങ്ങളും കൂടി ഉണ്ടാവണം. ഞാനോ? എന്താ ഈ പറയുന്നേ? അതെ സർ, ആ കില്ലർ ഭാസ്കറുടെ കല്യാണ മുഹൂർത്തം തീരുന്നതിന് മുൻപ് നിങ്ങളെ കൊന്നിരിക്കുമെന്നാണ് ശപഥം ചെയ്തിരിക്കുന്നത്. നിശ്ചയമായും നിങ്ങളെ കൊല്ലാൻ അയാളോട് വന്നിരിക്കും. അപ്പോൾ അവനെ പിടിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. പ്ലീസ് കോഓപ്പറേറ്റ് വിത്ത് അസ്. എന്താ മാഡം എന്ത് ഭ്രാന്ത ഈ പറയുന്നേ? നിങ്ങൾ പറയുന്നത് കേട്ട് കല്യാണത്തിന് ഞാൻ വന്നാൽ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് കില്ലർ എന്നെ തട്ടിക്കളഞ്ഞാൽ അയ്യോ ക്ഷമിക്കണം സാർ, അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തൊപ്പി ഊരി വിനയത്തോടെ നിന്നിട്ട് കാര്യം. അത് കാണാൻ സാർ പിന്നെ ജീവനോടുണ്ടാവില്ലല്ലോ. എന്താടാ ഞാൻ ചത്താല് നിന്റെ പേരിലുള്ള ബിനാമിസത്തെല്ലാം അടിച്ചു മാറ്റാന്ന് കരുതിയോ? കുന്നുകളയും നിന്നെ. അങ്ങനെ ഒന്നും നടക്കില്ല സർ. കല്യാണ മണ്ഡപത്തിന് ചുറ്റും ഞങ്ങളുടെ സെക്യൂരിറ്റി ഉണ്ടാവും. ഡോണ്ട് വറി. ഓക്കെ ഓക്കെ. അന്ന് മലേഷ്യ പോകുന്ന നേരത്തെ ഇവനാ കുഴപ്പമുണ്ടാക്കി. ഇന്ന് എന്റെ മുമ്പിൽ വെച്ച് തന്നെ അവന്റെ കല്യാണോ? രാഷ്ട്രീയത്തിന് ഇതെല്ലാം സഹജമാണെന്ന് നമ്മുടെ മണിയേശൻ പറഞ്ഞിരിക്കുന്നേ. ഇക്കാര്യത്തിലും അങ്ങനെ തന്നെ. ആ റെഡ്ഡിയുടെ മുന്നിൽ വെച്ചാണോ കല്യാണം? യെസ്. നടന്ന ഈ 5 കൊലപാതകങ്ങളും വെച്ച് നോക്കുമ്പോ വേറെ ഇടത്താണ് റെഡ്ഡിയെങ്കിൽ ഈസി ആയിട്ട് കൊല ചെയ്ത് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. കല്യാണ മണ്ഡപത്തിൽ ഞങ്ങൾ 30 പേര് മഫ്റ്റിയിലുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വരാതെ നോക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മണ്ഡപത്തിൽ വെച്ച് കൊല ചെയ്ത് രക്ഷപ്പെടാൻ പറ്റില്ല മാഡം. ഇതുവരെ ആ കില്ലർ പറഞ്ഞ സമയത്ത് പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ അവൻ മണ്ഡപത്തിലേക്ക് വരുമ്പോ ഇവരെല്ലാം കുറച്ച് ജാഗ്രതയോടെ ഇരുന്നാ ഉറപ്പായിട്ടും അവനെ പിടിക്കാം. എല്ലായിടങ്ങളിലും CCTV ക്യാമറ വെക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. സോ ഒരു കാരണവശാലും അവൻ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. നിങ്ങൾ എല്ലാവരും ഞങ്ങളോട് ഫുൾ കോഓപ്പറേറ്റ് ചെയ്യണം. നിങ്ങളുടെ ആൾക്കാർ വേഷം മാറി വരുന്നത് പോലെ കൊലയാളിക്കും വേഷം മാറി വരാലോ അല്ലേ? ഓക്കെ മാഡം. അവൻ വരുമെന്നാണ് കരുതുന്നത്. നമ്മുടെ ചുറ്റും നമ്മുടെ ആൾക്കാരും പോലീസുകാരുമാണ്. അവൻ വന്ന അവനെ ചമ്മന്തി ആയിക്കളെ. മുഹൂർത്തത്തിന് സമയമായി. പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്നോളൂ.
ഓക്കെ മാഡം. നമ്മുടെ പിള്ളേരെല്ലാം ഓക്കെ അല്ലേ? എല്ലാരും റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അവൻ വരുമെന്നില്ല, നമുക്ക് പോകാം. ഇനി എവിടെ വരാൻ? എന്താ മാഡം, താലി കെട്ടിക്കഴിഞ്ഞു, മുഹൂർത്തം കഴിയാൻ പോണു, ഇനി 2 മിനിറ്റേ ഉള്ളൂ. ഇതിനുള്ളിൽ അവൻ വന്ന് എന്നെ കൊല്ലുമെന്നാണോ? പരിവാരങ്ങളൊക്കെ വിളിച്ചു വരുത്തി സെക്യൂരിറ്റി ഇട്ടത് മിച്ചം അവന്റെ പൊടി പോലും കാണാനില്ല. വന്നതിൽ വളരെ സന്തോഷം. എന്നാ ഇനി ഞങ്ങൾ പോട്ടെ. പോലെ ഞങ്ങളെ അനുഗ്രഹിക്കണം. അധികദാസം ദീർഘസുമഗരി. റെഡി സർ. മാഡം, റെഡ്ഡി സാറിനെ മൊട്ട കുത്തിട്ട് ഓടുന്നുണ്ടോ മാഡം? ഓടുന്ന നോക്കും മാഡം. പോയി പിടിക്കും മാഡം. എന്താ മാഡം നോക്കിക്കൊണ്ടിരിക്കുന്നത്? പോയി പിടിക്കും മാഡം. അറസ്റ്റ് ചെയ്യും. മാഡം, ഭാസ്കറിനെ ഡോക്ടർ റൂമിൽ ഇരുത്തിയിട്ടുണ്ട്. എന്തിനാ നീ റെഡിയെ കുത്തിയത്? മാഡം, ഞാൻ കുത്തിയില്ല മാഡം, അവനാണ് കുത്തിയത്. ഞാൻ ആ കുത്തുകളൊക്കെ വയറ്റിൽ നിന്ന് വലിച്ചൂരാ ചെയ്തത്. നോ, നീ കള്ളം പറയാണ്. മണ്ഡപത്തിലെ 3 വിഷ്വൽസ് ആയത് നീയല്ലേ കുത്തിയത്, പിന്നെന്തിനാ നുണ പറയുന്നത്? മാഡം, ഇവനെ ഞാൻ കൂട്ടാരെ. ഭാസ്കർ, നീ എന്തിനാ കള്ളം പറയുന്നേ? സത്യം പറ. മാഡം, ഞാൻ പറയ്. മുഹൂർത്തം കഴിയുന്നത് വരെ അവൻ വന്നില്ല. അദ്ദേഹത്തെ വെളിയിൽ വെച്ചോ വീട്ടിൽ പോകുന്ന വഴിയിൽ വെച്ചോ തട്ടിക്കളഞ്ഞാലോ? അതുകൊണ്ടാണ് എല്ലാ പോലീസുകാരുടെയും ശ്രദ്ധ അദ്ദേഹത്തിന് വേണമെന്ന് വിചാരിച്ച് ഞാൻ റെഡിയെ കുത്തിയത്. അതും ഞാൻ മെല്ലെ അല്ലേ കുത്തിയത് സാർ. ഇപ്പോ പോലീസ് സെക്യൂരിറ്റിയിൽ അദ്ദേഹത്തെ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഒരു ദിവസം അദ്ദേഹത്തെ ശ്രദ്ധിച്ചാൽ മതി. നിനക്ക് ഞങ്ങളോട് അപ്പോഴേ പറയായിരുന്നില്ലേ? കൗൺസിലർ കൊല്ലപ്പെടാൻ പോണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടും രക്ഷപ്പെടുത്താൻ പറ്റിയോ? ആള് തട്ടിപ്പോയതിനു ശേഷം ഇതൊക്കെ പറയുന്നേ. റെഡ്ഡി എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തേ. എക്സ്ക്യൂസ് മീ മാഡം, 1 മിനിറ്റ് പ്ലീസ്. ഇയാളുടെ മനോനിലയിൽ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇയാൾക്ക് സൈക്കാട്രിക് ചെക്കപ്പ്, കൗൺസിലിംഗ് ഇതെല്ലാം ചെയ്യുന്നത് ബെറ്റർ ആണെന്ന് തോന്നുന്നു. മാഡം, ഞങ്ങൾ സംശയിക്കുന്നത് എന്താന്ന് വെച്ചാ മനോനിലയിൽ തകരാറ് സംഭവിച്ച ഭാസ്കർ ഒരു ഇമാജിനേറ്റഡ് ക്യാരക്ടറിനെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അയാളുടെ പ്രശ്നങ്ങൾക്ക് ആ ഇലൂഷൻ ഇമാജിനേഷൻ ക്യാരക്ടറാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതാണ് അയാളുടെ പ്രശ്നം. അതെങ്ങനെ ഡോക്ടർ? ഒരു സാങ്കല്പിക ക്യാരക്ടർ. ഇപ്പോൾ നമ്മുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും അമ്പലത്തിൽ പോയി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം കാത്തുകൊള്ളുമെന്ന് നോർമലായി നമ്മൾ വിശ്വസിക്കില്ലേ? അതുപോലെ തന്നെയാണ്. മെഡിക്കലി ഇങ്ങനെയുള്ള മനോരോഗങ്ങൾക്ക് ഞങ്ങൾ DID എന്നാണ് പറയാറുള്ളത്. അതായത് ഡിസബിലിറ്റി ഐഡന്റിറ്റി ഡിസോർഡർ എന്നാണ് അതിന്റെ പേര്. മേ ബി ആദ്യത്തെ കൊലപാതകം KCB ഓഫീസർ നടക്കാൻ പോയപ്പോ ഇയാൾ എന്നെ പോയി കൊലപ്പെടുത്തിയിരിക്കാം. രണ്ടാമത് ആ പലിശക്കാരൻ. ഡോക്ടർ, ആ പലിശക്കാരൻ കൊല്ലപ്പെടുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, കൂടെ ഭാസ്കറും ഉണ്ടായിരുന്നു. നിങ്ങൾ ആ പലിശക്കാരനെ കില്ലർ വെടിവെച്ചത് കണ്ടിരുന്നോ? ഇല്ല ഡോക്ടർ, ഞാൻ വണ്ടിയുടെ പുറകെ കയറുമ്പോ ഒരു വെടിവെക്കുന്ന ഒരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോ ഭാസ്കർ എന്നെ പിന്നീന്ന് വെടിവെച്ചിട്ട് ആ ഗണ്ണ് മറച്ചു വെച്ചതായിക്കൂടെ? അപ്പൊ ഞാൻ നോക്കുമ്പോ ബൈക്കിലൊരുത്തം പോകുന്നുണ്ടു. അതേതെങ്കിലും ഒരുത്തൻ ബൈക്കിൽ ദൂരത്തോടെ പോകുന്നത് കണ്ടതായിരിക്കും. അയാളെ കാണിച്ച് കില്ലറാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമല്ലോ. അപ്പൊ 3ാമത് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറെ കറണ്ട് ഓഫ് ചെയ്ത് ഇവൻ തന്നെയായിരിക്കും വെടിവെച്ച് കൊന്നത്. നാലാമതാ റൗഡി
അയാൾ എങ്ങനെയാ കൊല്ലപ്പെട്ടത്? കില്ലർ ഭാസ്കറെ കടത്തിക്കൊണ്ട് പോയപ്പോഴാ ആ റൗഡി കൊല്ലപ്പെട്ടത്. കില്ലറെയോ ഭാസ്കറിനെ ഒളിപ്പിച്ച സ്ഥലമോ ഭാസ്കർ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. ഇളനീർ കടയിൽ നിന്നപ്പോ കില്ലറിനെ കണ്ടെന്നും പറഞ്ഞ് ഓടിയില്ലേ? അപ്പൊ നിങ്ങൾ റോഡിൽ ആരെങ്കിലും കണ്ടോ? ഭാസ്കർ പറഞ്ഞിട്ട് ഓടിയോണ്ട് ഞങ്ങൾ വിശ്വസിച്ചത്. ഇപ്പൊ ആലോചിച്ച് നോക്കിയാൽ അവൻ പറഞ്ഞതുപോലെ ആരും ഞങ്ങൾ കണ്ടിട്ടില്ല മാഡം. യെസ് മാഡം. കൗൺസിലറെ പട്ടാപ്പകൽ റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് വെടിവെച്ച് വന്നത്. ആ തോക്കോട് കൂടി തന്നെ അവനെ അറസ്റ്റ് ചെയ്തത്. അപ്പോഴും ഭാസ്കർ പറഞ്ഞ കില്ലറെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഡോക്ടർ. അപ്പോ നടന്ന 5 കൊലയും ഭാസ്കർ തന്നെ ചെയ്തിട്ട് കില്ലർ കൊന്നു സ്വയം വിശ്വസിച്ച് ഞങ്ങളെ വിശ്വസിപ്പിച്ചിരിക്കുകയാണോ? അബ്സല്യൂട്ട്ലി. ഒരു ഇമാജിനേറ്റഡ് ക്യാരക്ടറിനെ സൃഷ്ടിച്ച് അതിനോട് ആർഗ്യൂ ചെയ്തിട്ടുണ്ട്, വഴക്കിട്ടിട്ടുണ്ട്, മദ്യപിച്ചിട്ടുണ്ട്. നോ ഡൗട്ട് ഹി ഈസ് എഫക്റ്റഡ് ബൈ ഡിസബിലിറ്റി ഐഡന്റിറ്റി ഡിസോർഡർ. ഏയ് അനിയ, നല്ല ഉറക്കം വന്നു തോന്നുന്നു. നീയാ? റെഡ്ഡിയെ രക്ഷിക്കാന്ന് വിചാരിക്കുകയാണോ? ഇന്നത്തെ ദിവസം തീരാൻ ഇനിയും സമയമുണ്ട്. റെഡ്ഡിയെ പൊക്കോ ഇല്ലേന്ന് നീ കണ്ടോ? വേണ്ട, ഞാൻ പറയുന്നേക്ക്. സംസാരിക്കാതെ നീ സറണ്ടർ ആവും. ഞാനെടുത്ത തീരുമാനത്തിൽ നിന്ന് ഞാൻ മാറത്തേയില്ല. റെഡ്ഡിക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്. ഇവിടെ നീ പോയല്ലടാ റെഡ്ഡിയെ കൊല്ലാൻ പറ്റൂ. മാഡം, കില്ലർ ഇവിടെയുണ്ട്. വരൂ, വേഗം വേഗം വാ, പിടിക്കൂ. വിടില്ലടാ, രക്ഷപ്പെടാൻ അനുവദിക്കില്ല. മേഡം, മേഡം, വേഗം വാ. What happened? ബെഡുള്ളപ്പോ നീ എന്തിനാണ് തറ കിടക്കുന്നേ? പോടാ മേഡം, ആ കില്ലർ വന്നു മേഡം. റെഡ്ഡിയെ കൊല്ലൊന്നും പറഞ്ഞാ ഇവിടെ നിന്ന് പോയിരിക്കുന്നേ. പോകും മേഡം, പോയി പിടിക്കും മേഡം. പ്രഭാകർ, മേഡം, ഇവിടെ ആരുമില്ല മാഡം. മേഡം, ഇന്ന് രാത്രി തന്നെ റെഡ്ഡിയെ കൊല്ലും മേഡം. പോയി രക്ഷപ്പെടുത്തു മേഡം, പ്ലീസ്. കൊച്ചനെയാ, ഇവരെല്ലാം ഞാൻ മെന്റൽ ആണെന്ന് പറയാടാ. ഞാൻ സത്യമായിട്ട് കണ്ടതാ. എന്നെ വിശ്വസിക്കും മകാ, ഞാൻ സത്യമാണ് പറയുന്നത്. എന്നെ വിശ്വസിക്കടാ, ഞാൻ പറയുന്ന കേക്കടാ. ഓക്കെ ഭാസ്കർ, എസി മേഡം അവനെ പിടിക്കാനുള്ള വഴി കണ്ടുപിടിച്ചോളും. നീ ഇപ്പൊ റെസ്റ്റ് എടുക്ക കേട്ടോ. മഹ, എന്നെ നിനക്ക് വിശ്വാസം ഉണ്ടല്ലോ. ഞാൻ മെന്റൽ അല്ല മഹ, ശരി. ഞാൻ സത്യമായിട്ട് കണ്ടതാ. അങ്ങനെ ഒരു കില്ലർ വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആക്ച്വലി അയാൾക്കുള്ളിലുള്ള ഡിസബിലിറ്റി ഐഡന്റിറ്റി ഡിസോർഡർ അതാണ് അങ്ങനെ പറയിപ്പിക്കുന്നത്. യെസ് മാഡം. റെഡ്ഡി ജീവനോടെ ഇരിക്കുന്നത് ഭാസ്കറിന് ഇഷ്ടമല്ല. അവന്റെ ഈ രോഗം കാരണം റെഡ്ഡിക്ക് ഇനിയും ആപത്ത് സംഭവിച്ചേക്കാം മാഡം. എന്താ സിസ്റ്ററെ, ഇഞ്ചക്ഷനാ? അതെ സർ. അതിങ്ങ് തന്നെ നോക്കട്ടെ. സിറിഞ്ച് ഇങ്ങോട്ടതാ. എന്താ നോക്കുന്നേ? 2 വർഷം മണിപ്പാലില്ലേ, MBBS പഠിച്ചതാ. ഡിസ്കണ്ടിന്യൂ. എനിക്ക് ഓപ്പറേഷനും അറിയാം, അക്രമവും അറിയാം. അത് തെളിവില്ലാതെ ചെയ്യും. മിണ്ടാതിരിയിടും. അതെ സർ. അതെ, നിങ്ങൾക്ക് 4 സ്റ്റിച്ച് ഇടാനുള്ള മുറിവേ ഉള്ളൂ. ഇത് ചീഫ് ഡോക്ടർ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിസ്ചാർജ് ചെയ്യാൻ പോവാണ്. അതല്ലേ പറയാൻ വന്നേ? അതെ സർ. പോ, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞേക്ക്. എടാ, എക്കടാ നിന്റെ നാട്ടിലെ ആ ഭാസ്കർ നായ? ഇക്കടെയുണ്ട് സാറേ, 8th ഫ്ലോറിലെ അവന് ട്രീറ്റ്മെന്റ് കൊടുത്തോണ്ടിരിക്കുക. എന്റെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ഒരു ബ്ലേഡ് കൊണ്ടുപോലും എനിക്ക് മുറിവേറ്റിട്ടില്ല. എന്നെ കുത്തിയവനില്ലേ, അവൻ ചാകണവടാ. അവൻ മെന്റലാണെന്നാ പറയുന്നത് സാറേ. മെന്റലാ? ആ, വളരെ സൗകര്യമായി പോയി. മാഡം, റെഡ്ഡിക്ക് ഭാഗ്യവശാൽ 4 സ്റ്റിച്ചിടാനുള്ള മുറിവേ ഉണ്ടായിട്ടുള്ളൂ. ഇനി അവരുടെ ജീവൻ ആപത്തൊന്നും ഉണ്ടാവില്ല എന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇയാളെ ഡിസ്ചാർജ് ചെയ്യട്ടെ. ഭാസ്കർ, മാഡം, ഭാസ്കറെ കാണാനില്ല. റെഡ്ഡി സർ എവിടെയാണുള്ളത്? വീട്ടിലുണ്ട്. നിങ്ങൾ പുറത്തിറങ്ങരുത്. എന്തുകൊണ്ട്? ഭാസ്കർ രക്ഷപ്പെട്ടു. Be there. എന്തിനാടാ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവന്നേ? ഞാൻ മനഃപൂർവ്വം ചാടിപ്പോയെന്നല്ലേ പോലീസ് കരുതു. വിവരം കേട്ടവനെ. ആരാടാ നീ പറഞ്ഞ വിവരം കേട്ടവൻ? ഇഡിയറ്റ്. ആരും അറിയാതെ നിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ കൊണ്ടുവരാൻ ഞാൻ എന്തോരം കഷ്ടപ്പെടുന്ന നിനക്കറിയോ? ഞാൻ കടത്തിക്കൊണ്ടുവന്നില്ല, നീ ചത്തുപോയനടാ. എന്താ നീ നോക്കുന്നേ? റെഡ്ഡി നിന്നെ കൊല്ലാൻ പദ്ധതി ഇട്ടു. അവൻ ചാകണവടാ. നമ്മുടെ ആളുകളെ വെച്ച് അവനെ തട്ടിക്കളയണം. ആരെങ്കിലും ചോദിച്ചാ മെന്റലാണ്, ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞാ മതി. റെഡ്ഡി എന്തിനാടാ എന്നെ കൊല്ലുന്നേ? വെറുതെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് പേടിക്കാതെ. ഇപ്പൊ ആ മൊട്ട റെഡ്ഡിയെ കൊന്ന കുറ്റം എന്റെ പേരിൽ വരില്ലേ? ഇത് ഏതാടാ സ്ഥലം? എടാ, ഇത് എയർപോർട്ടിനടുത്തുള്ള സ്വദേശിമില്ല. നീ ഫോണിങ് തന്നെ. എന്താടാ പോലീസുകാരെ ഫോൺ ചെയ്യണോ? ഞാൻ തരില്ല.
തരുന്നോ ഇല്ലയോ? ഞാൻ തരില്ലെന്ന് പറഞ്ഞാൽ തരില്ല. താടാ ഫോൺ. ഇടറാ. വിടാൻ. ഛെ, എടാ, എടാ വേണ്ട. എടാ വേണ്ട, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ഹലോ ഹലോ സാർ, ഞാൻ ഭാസ്കറാ സംസാരിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ? ഇല്ല, ഡിസ്ചാർജ് ആയി ഞാൻ വീട്ടിലേക്ക് പോകുന്നു. അയ്യോ സാർ, ഞാൻ നിങ്ങളെ കുത്തിയത് ഹോസ്പിറ്റലിൽ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയല്ലേ. നിങ്ങൾ തന്നെ വീട്ടിലോട്ട് പോയേ. അത് വിട്. ഇപ്പൊ നീ എവിടെയാ ഉള്ളത്? ഞാനിപ്പോ എയർപോർട്ടിന്റെ ഓപ്പോസിറ്റുള്ള സ്വദേശി മില്ലില്ലേ, ആക്ച്വലി എന്റെ ഫ്രണ്ട് നിങ്ങൾ എന്നെ കൊല്ലോന്നും പറഞ്ഞ് ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവന്നിരിക്കുക. സാർ നിങ്ങൾ സൂക്ഷിക്കണം സാർ, പ്ലീസ്. ഹലോ ഹലോ. എടാ, ഞാനും നമ്മുടെ ആൾക്കാരും കൂടെ പോയി അവനെ തട്ടിയേക്കാം. പോലീസിനെ നീ ഡീൽ ചെയ്യണം. അതിന് നമ്മുടെ ആൾക്കാർ പോരെ സാറേ? എന്നെ കുത്തിയവൻ, അവനെ എന്റെ കൈ കൊണ്ട് തന്നെ കൊല്ലണം എനിക്ക്. വാടാ. ഹലോ, ഞാൻ ഭാസ്കറാ സംസാരിക്കുന്നത് മാഡം. ഞാൻ രക്ഷപ്പെട്ട ഓടിയതല്ല, ആക്ച്വലി എന്റെ ഫ്രണ്ട്. ഹലോ. ചാർജ് പോയല്ലോ. ഏ ബ്രോ, ആ ഫോണിൽ ചാർജ് നിക്കില്ല. എടാ തടിയാ, നിന്നെ ഇന്ന്. ബോസ്, മാഡം. ഈ കോൾ വന്ന നമ്പർ ഏത് ഏരിയ എന്ന് വേഗം കണ്ടുപിടിക്കുക. യെസ് മാഡം. എടാ, അതിനകത്ത് ബാലൻസ് ഒന്നും ഇല്ലടാ. പോടാ പൊട്ടാ. എടാ, അത് ഫോൺ പോലും അല്ല, ഡമ്മിയാ. പിന്നെ എന്തിനാടാ ഈ കുന്തം? എന്തിനാടാ പൊട്ടിച്ചേ? വാടാ, ഇന്ന് നിന്റെ സമാധിയാടാ. ഷിറ്റ്. ബോസ്, യെസ് മാഡം. റെഡ്ഡിയുടെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. അയാൾ എവിടെയാണെന്ന് വേഗം ട്രേസ് ഔട്ട് ചെയ്യ്. ഞാൻ റെഡ്ഡിയുടെ വീട്ടിലേക്ക് പോവാം. കമോൺ. ഓക്കേ മാഡം. സാർ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? സാർ, എന്നെ തൊടാൻ പോലും യോഗ്യതയില്ലാത്ത നീ എന്നെ കുത്തുവല്ലേടാ. സാർ ഞാൻ പറയുന്നത് നിനക്ക് ഡിസബിലിറ്റി ഐഡന്റിറ്റി ഡിസോർഡർ എന്നൊക്കെ ഡോക്ടർമാര് പറയും. അത് ഞാൻ വിശ്വസിക്കില്ലടാ. എന്നോട് പകരം വീട്ടിട്ട് കാര്യമില്ല സാർ. നിങ്ങളിവിടെ നിൽക്കുന്ന ഓരോ നിമിഷം നിങ്ങളുടെ ജീവൻ ആവത്താ. ഞാൻ പറയുന്നത് കേക്ക് സാർ. നിങ്ങളോട് തിരിച്ചു പോകൂ. സാറിനെ വിളിച്ചോണ്ട് പോ പ്ലീസ്. പോലീസ് സ്റ്റേഷൻ ഉണ്ടായ സംഭവം മനസ്സിൽ വെച്ച് നീ എന്നെ കൊല്ലാൻ നോക്കിയല്ലടാ. അതെല്ലാം മറന്നേക്ക് സാർ. സാർ നിങ്ങൾ അവിടെ നിന്ന് പോയില്ലെങ്കിൽ ജീവൻ ആവത്താ. ചാകാൻ പോകുന്നത് ഈ റെഡ്ഡി അല്ലടാ, നൂവ്. ഇവനെ സാർ ഇവിടുന്ന് പെട്ടെന്ന് പോ. സാർ ഇവിടെ നിൽക്കരുത്. സാർ നിങ്ങളെ കൊല്ലും. സാർ അത്യാവശ്യമായി വെളിയെ പോകാൻ പറഞ്ഞു മാഡം. എവിടെ പോവാണെന്ന് പറഞ്ഞില്ല. അയാളുടെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണല്ലോ. ഞാൻ ട്രൈ ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ആണ് മാഡം. പറയൂ ബോസ്. ഭാസ്കറിന്റെ ഫോൺ എയർപോർട്ടിനടുത്ത് സൗത്ത് സോണിലുണ്ടെന്ന് സിഗ്നൽ കിട്ടി മാഡം. റെഡ്ഡിയുടെ ഫോണും ഇതേ സ്ഥലമാണ് കാണിക്കുന്നത്. ഓ മൈ ഗോഡ്. സാർ ഞാൻ പറയുന്നത് കേക്ക് സാർ. സാർ പ്ലീസ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സാർ, ആ മൊട്ട വന്ന രക്ഷയില്ലെന്ന്. ഇവനാണോ നീ പറഞ്ഞ മൊട്ട? അതെ സാർ. നിങ്ങൾ ഇവിടെ നിന്ന് പോകും സാർ. ഇവനെനിക്ക് വെറും രോമമാടാ. സാർ പ്ലീസ് സാർ, നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്. അവൻ നിങ്ങളെ കൊല്ലും. ഞാൻ പറയുന്നത് കേക്ക് സാർ.
ഓട് ഓട്. നമ്മുടെ അഗ്രിമെന്റ് പ്രകാരം റെഡ്ഡിയെ ഇപ്പൊ കൊല്ലാൻ പോവാ. മോട്ടെ, നീ ഇവിടെ നിന്നാ പഴി നിന്റെ പേരിൽ വരും. ഓടി രക്ഷപ്പെട്ടോ. സാർ ഓടിക്കോ സാർ, വേഗം പോ. മോട്ടാ നിക്കണ നിക്ക്. വേണ്ട 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 ഒട്ടെ വിട്ടേക്ക്. ഞാനാ പറയുന്നത് വേണ്ട. വിടറാ. സാർ 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 രണ്ട് സാർ, എത്ര തവണ പറഞ്ഞതാ എവിടെ രക്ഷപ്പെടുന്നത്. സാറ് കേട്ടാ? നിങ്ങളെ കൊന്നില്ലേ സാറേ? പട്ടിയെ പോലെ നിങ്ങളെ വെട്ടിക്കൊന്നില്ലേ സാറേ? സാർ പറഞ്ഞത് കേട്ടില്ലല്ലോ സാറേ. വിടറാ, അത് നിന്റെ മാമനോ അളിയനോ ഇങ്ങനെ കിടന്ന് മോങ്ങാൻ? മോട്ടെ, എത്ര പ്രാവശ്യം പറഞ്ഞാടാ കൊല്ലരുതെന്ന്, എന്നിട്ട് നീ കേട്ടാ? കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മളിട്ട എഗ്രിമെന്റ് ഇന്ന് ശനിയാഴ്ച 6 പേര് ഓവർ. 60,000 എടുക്ക്. സെറ്റിൽമെന്റ് ചോദിക്കുന്ന സ്ഥലമാടാ ഇത്? ഓടാ. എടേ, നിനക്ക് ഒരാഴ്ച സമയം തരാം. അടുത്ത ശനിയാഴ്ച വരെ സെറ്റിൽമെന്റ് ചെയ്തേക്കണം. ഇല്ലെങ്കിൽ Why this കൊലവെറി കൊലവെറി കൊലവെറി? Why this കൊലവെറി 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 ഡി? Why this കൊലവെറി 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 ഡി? Why this കൊലവെറി? മാഡം ഇവിടെ ഉണ്ട് മാഡം, പെട്ടെന്ന് വാ. ഇവിടെ വേഗം വാ, വേഗം വേഗം. മാഡം പിടിക്കാനെ. മാഡം പോലീസോ? അവൻ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു മാഡം. എന്താ മാഡം ലേറ്റ് ആയി പോയേ? അവൻ കൊന്നിട്ട് രക്ഷപ്പെട്ട് ഓടിപ്പോയി. ഇപ്പോ എന്റെ കയ്യിൽ കത്തി റെഡ്ഡി മരിച്ചു കിടക്കുന്നു. ഞാനാണ് കൊലയാളിയെന്ന് നിങ്ങൾ കൺഫേം ചെയ്യാൻ പോകുന്നു. മതിയായി മാഡം. ഡിസബിലിറ്റി ഐഡന്റിറ്റി ഡിസോർഡർ എന്ന് എനിക്ക് കൺഫേം ചെയ്യും മാഡം. വരൂ, എന്നെ അറസ്റ്റ് ചെയ്യൂ. കുറ്റം ചാർത്തപ്പെട്ട ഭാസ്കർ എന്നയാൾ താൻ സ്വബോധത്തിലാണ് ഈ കൊലകളെല്ലാം ചെയ്തതെന്നതിന് പോലീസിന് ഈ കോടതിയിൽ തെളിവുകളൊന്നും നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അവരുടെ മനോനില തെറ്റുവാൻ സാധ്യതയുണ്ടെന്ന് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് മനോനില പരിശോധിച്ച് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ്. കുറ്റപത്രം സമർപ്പിക്കും വരെ പ്രതിയെ ജാമ്യത്തിൽ വിടുവാൻ ഈ കോടതി ഉത്തരവിടുന്നു. ഹലോ ബ്രദർ, ഒറ്റ ആഴ്ച കൊണ്ട് കേരളം മൊത്തം ഇളക്കം മറിച്ചല്ലോ. എല്ലാ ചാനലും ഹെഡ് ന്യൂസ് ഇപ്പൊ നീയാ. നിന്റെ മെഡിക്കൽ ചെക്കപ്പ് കഴിയുന്നതിന് മുന്നേ പോലീസ് റൗഡി എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കും. നീ പേടിക്കാതിരിക്കെ. പ്രഭാകർ, സത്യത്തിൽ അങ്ങനെ ഒരു കില്ലർ ഉണ്ടോ? അതോ ഡിസബിലിറ്റി ഐഡന്റിറ്റി ഡിസോർഡർ അങ്ങനെ വല്ലോ ആണോ? ഡോക്ടർ, എനിക്കൊരു ഡൗട്ട്. എന്നെ കാണുമ്പോഴേ എല്ലാവർക്കും ഇങ്ങനെ ഡൗട്ട് ചോദിക്കാൻ തോന്നും. ബൈ ദ വേ, വാട്ട് ഈസ് യുവർ ഡൗട്ട്? ഒരുത്തൻ അടിച്ചു ബോധമില്ലാതെ തനിക്ക് ആരെന്നും അറിയാത്ത ഒരാളോട് തന്റെ പ്രശ്നത്തിന് കാരണക്കാരെ 6 പേരെ കൊല്ലാൻ പറഞ്ഞിട്ട് തലയ്ക്ക് 10,000 രൂപ വെച്ച് എമൗണ്ട് ഫിക്സ് ചെയ്തു ഡോക്ടർ. ജസ്റ്റ് 10,000? അതിന് 12 രൂപ അഡ്വാൻസും കൊടുത്തു ഡോക്ടർ.
only 12. Yes. Then? അഡ്വാൻസ് കൊടുത്ത ആള് അടുത്ത ദിവസം ബോധം തെളിഞ്ഞപ്പോ എല്ലാം മറന്നുപോയി. എന്നാ അഡ്വാൻസ് വാങ്ങിച്ച ആളില്ലേ, അവനൊന്നും മറക്കാതെ ഡെയിലി ഓരോരുത്തരെ കൊന്നുകളഞ്ഞു ഡോക്ടർ. ഇപ്പോ ഒരാൾ നോർമൽ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഡോക്ടർ? ചാൻസ് ഇല്ല. ഹീസ് അബ്നോർമൽ. അപ്പൊ ഈ അസുഖത്തിന് എന്താ പേര് ഡോക്ടർ? ലൈക്ക് യു ഡിസബിലിറ്റി ഐഡന്റിറ്റി ഡിസോർഡർ. അത് തന്നെയാണ് ഞാനും പറഞ്ഞോണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന പോലെ ഡിസബിലിറ്റി ഐഡന്റിറ്റി ഡിസോർഡർ അസുഖം എനിക്കില്ല. ആ മൊട്ടയ്ക്കാണ്. ഇതാണ് പ്രശ്നം ഭായി. ആ 8 പേരെ തട്ടിക്കളഞ്ഞാലേ എനിക്ക് സമാധാനാകൂ ഭായി. നിങ്ങൾക്ക് ഏതെങ്കിലും കൊട്ടേഷൻ പാർട്ടി അറിയാമോ ഭായി? ഞാനും ഒരു പ്രൊഫഷണൽ കില്ലർ അല്ലേ. ആരെയൊക്കെ തട്ടണമെന്നുള്ള ലിസ്റ്റ് ഇതാ, ഒന്നൊന്നായിട്ട് തീർത്ത് കളയാം. യഥാർത്ഥത്തിൽ ഇനി മൊട്ടയ്ക്കാണോ മനോവൈകല്യം? ഇനി എത്ര പേരുടെ ലിസ്റ്റ് വാങ്ങിക്കാൻ പോകുന്നോ ആവോ?